ഷാലാബാക്കാസിയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 40-ാമത്തെ അധ്യായം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 40-ാമത്തെ അധ്യായം 29 മുതൽ 31-ാമത്തെ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനം വരെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാമത്തെ അധ്യായം 29 മുതൽ 31 വരെ ഉള്ള വാക്യങ്ങൾ എടുത്ത ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് ശബ്ദമുയർത്തി വ്യക്തമായി വായിക്കാം. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറക് അടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ആരാണ് ഈ അവർ? ഈ അവർ എന്ന് പറയുന്നത് ഒരു ബാല്യക്കാരനെ അല്ല, ബലമില്ലാത്തവനെ അല്ല, ബലമുള്ളവനെ അല്ല, ചെറുപ്പക്കാരനെ അല്ല, ചെറുപ്പക്കാരിയെ അല്ല, യൗവനക്കാരനെ അല്ല, യൗവനക്കാരിയെ അല്ല, മധ്യവയസ്കനെ അല്ല, ഫിറ്റ്നസ് ക്ലബിൽ പോകുന്ന വ്യക്തിയെ അല്ല, ഒരു സ്പോർട്സ്മാനെ അല്ല, വിദ്യാഭ്യാസം ഉള്ളവനെ മാത്രമല്ല, ഉന്നത പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയല്ല, ഗവൺമെന്റ് സെർവന്റിനെ അല്ല. പിന്നെ ആരാണ് ഈ അവർ? ഈ അവർ എന്ന വാക്ക് ഒരൊറ്റ വ്യക്തിയെ മാത്രമേ ഇവിടെ അർത്ഥമാക്കുന്നുള്ളൂ. അത് യഹോവയെ കാത്തിരിക്കുന്നവരെയാണ്. യഹോവയെ കാത്തിരിക്കുന്നൊരു കൂട്ടത്തെയാണ് ഇവിടെ യെശയ്യാ പ്രവാചകൻ അഡ്രസ്സ് ചെയ്യുന്നത്. അവർ, ഈ അവർ എന്ന വാക്കിനകത്ത് യഹോവയെ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയല്ല, യഹോവയെ കാത്തിരിക്കുന്ന ഒരു കൂട്ടം പേരുണ്ട്. യഹോവയെ കാത്തിരിക്കുന്ന ഒരു കൂട്ടർക്കകത്ത് ഒരു കാലം ബലമുണ്ടായിരുന്നവരുണ്ട്, ഒരു കാലം പച്ചയോടും പുഷ്ടിയോടും കൂടെ കായ്ച്ചു നിന്നവരുണ്ട്, ഒരു കാലം ആത്മാവിൻ്റെ ചൂടോടുകൂടെ ജീവിച്ചവരുണ്ട്, ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തെ അനുസരിച്ച് നടന്നവരുണ്ട്, പാലിച്ചവരുണ്ട്, കൽപ്പന അനുസരിച്ച് നടന്നവരുണ്ട്, ഭയങ്കര പ്രത്യാശയോടെ നിന്നവരുണ്ട്. പക്ഷെ ഇപ്പോൾ എന്തൊക്കെയോ കാരണങ്ങളാലോ പല കാരണങ്ങളാലോ അവർ വീക്കാണ്, അവർ വീക്കാണ്, അവർ വീക്കാണ്. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇവിടെ പറയുന്നു, ഒരു റിസ്റ്റോറേഷൻ ഏതു പ്രായക്കാരനും തിരുവചന പ്രകാരം സാധ്യമാണ്. ഒരു റീബിൽഡ് ചെയ്യുന്ന ഒരവസ്ഥ ഏതു പ്രായക്കാരനും തിരുവചന പ്രകാരം സാധ്യമാണ്. ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ, ശുശ്രൂഷ കുടുംബമെന്നോ സാധാരണ കുടുംബമെന്നോ വ്യത്യാസമില്ലാതെ, ഒരു മിഷണറി കുടുംബമെന്നോ ഒരു സാധാരണ കമ്മ്യൂണിറ്റിയിലുള്ള ആളെന്നോ വ്യത്യാസമില്ലാതെ, ജാതിയോ മതമോ ഇവിടെ ഒരു പ്രശ്നമില്ലാതെ, ഏതു പ്രായക്കാരനും ഏത് അനുഭവത്തിൽ ജീവിച്ചവനും ഏത് സംഹിതകളിൽ വിശ്വസിച്ച ഒരുവനും യഹോവയിങ്കലേക്ക് തിരിയുകയും അവനിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്താൽ അവൻ്റെ ജീവിതത്തെ ആകമൊത്തം മാറ്റുന്ന ഒരു ദൈവകൃപയെ ഇന്നത്തെ ഈ വചനം നിന്റെ ജീവിതത്തിൽ തുറന്നു തരുമെന്ന് ഞാൻ ആത്മാവിൻ്റെ നിയോഗത്തോടെ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ കേട്ട ശബ്ദത്തെ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ തുറന്നു വെച്ചാൽ അത് എന്നോടാണ് ഈ ദൈവശബ്ദമെന്ന് വിശ്വസിക്കാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ ഞാൻ ആ ദൂത് താങ്കൾക്ക് തന്നാൽ, എന്നോട് ദൈവാത്മാവ് പറഞ്ഞ ദൈവശബ്ദത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വിശ്വാസത്തോടെ ഞാൻ തുറന്നു വെച്ചാൽ അതിൻ്റെ അകത്തുനിന്ന് കൈക്കകത്ത് കൈക്കുമ്പിളിന്റെ വലിപ്പത്തിനനുസരിച്ച് കോരിയെടുക്കാൻ കഴിവുള്ള ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ, ആത്മാവിൽ അതിശക്തി പ്രാപിച്ച ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ഇന്ന് വിശ്വാസത്തോടെ സ്വീകരിക്കുന്ന ഒരു കൃപയുടെ ചാൽ നിന്റെ ജീവിതത്തിലേക്ക് ദൈവാത്മാവ് തുറക്കാൻ പോകുകയാണ്. എനിക്ക് വ്യക്തമായിട്ടൊരു കാര്യം അറിയാം, ഇതിനകത്ത് കണ്ണുനീരോടെ ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്നവർ ഇന്നുണ്ട്. കണ്ണുനീരോടെ ഈ മെസ്സേജ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കണ്ണിൽ നിന്ന് കണ്ണുനീർ നിങ്ങൾ പോലും അറിയാതെ പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട്. പരിശുദ്ധാത്മാവ് അവരോട് പറയുന്നു, നിന്റെ കണ്ണുനീരൊപ്പുന്ന ഒരു വേർഡായിട്ട് പരിശുദ്ധാത്മാവ് ഇതിനെ തിരിക്കും.
എനിക്ക് നന്നായിട്ട് അറിയാം. കണ്ണുനീരൊപ്പുന്ന ഒരു വേർഡ്. ഞാൻ ഈ മീറ്റിങ്ങിൻ്റെ ആരംഭത്തിൽ ഞാൻ ആ ദൈവസാന്നിധ്യം അനുഭവിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് എനിക്ക് അതിനകത്ത് വിശ്വാസം ഭയങ്കര കൂടുതലാണ്. അപ്പോൾ യഹോവയെ കാത്തിരിക്കുന്ന ഒരു കൂട്ടത്തെ സന്ദർശിക്കുന്ന ഒരു ദൈവമുണ്ട്. 6 വിധ സർവ്വശക്തികളെ കുറിച്ചാണ് ശരിക്കും ഈ വാക്യം, ഈ ഒരു അധ്യായം നമുക്ക് വ്യക്തമാക്കി തരുന്നു. 6 വിധ സർവ്വശക്തികൾ. എന്നാൽ നമുക്ക് ഇന്ന് 6 വിധ സർവ്വശക്തികളിലേക്ക് കടക്കാനുള്ള സമയക്കുറവുണ്ട്. എന്നാൽ വചനം ഇവിടെ പറയുന്നത് ഏറ്റവും ശക്തരും ഉത്സാഹശാലികളുമായ മനുഷ്യൻ പോലും തളർന്നു പോകുന്ന ഒരു ഫീൽഡാണ് ക്രിസ്ത്യാനിറ്റി. ഏറ്റവും ശക്തരും ഉത്സാഹശാലികളുമായ വ്യക്തികൾ പോലും തളർന്നു പോയിട്ടുള്ള ഒരു ഫീൽഡും കൂടെയാണ് ഈ ക്രിസ്തീയ ജീവിതം. അതിശക്തമായിട്ട് ദൈവം ഉപയോഗിച്ചവരും ഉപയോഗിക്കാൻ വേണ്ടി വിട്ടുകൊടുത്തവർ പോലും അവരെ ദൈവത്തിങ്കൽ നിന്ന് പിടിച്ചു വാങ്ങി അവർ പൊയ്ക്കളഞ്ഞ ഒരു ഫീൽഡും കൂടെയാണ് ഈ ക്രിസ്തീയ ജീവിതം. പക്ഷെ എന്നെ കേൾക്കുന്ന വിദ്യാഭ്യാസം ഉള്ള സുഹൃത്തെ, വിദ്യാഭ്യാസം കുറച്ചുള്ള സുഹൃത്തെ, അക്ഷര വിദ്യാഭ്യാസം ഉള്ള സുഹൃത്തെ, നിരക്ഷരരായിട്ടുള്ള ദൈവമക്കളെ, ദൈവം വിളിച്ചവരെ, ദൈവത്തെ അറിഞ്ഞവരെ, എല്ലാവർക്കും കൂടെ ഈ സന്ദേശം. ഒരു വിദ്യാഭ്യാസം ഏറ്റവും കൂടുതലുള്ളവർ പോലും ഈ സത്യം തിരിച്ചറിഞ്ഞിട്ട് പിന്നത്തേതിൽ ഇതിനകത്തുള്ള ട്രാപ്പ് മനസ്സിലാക്കാതെ സാത്താൻ അടിച്ചു ദൂരെ കളഞ്ഞ ഒരുപാട് സാക്ഷ്യം ഈ ലോകത്തിന് പറയാനുണ്ട്. എന്നാൽ വിദ്യാഭ്യാസം അധികം ഒന്നുമില്ലാത്ത, അധികം എഡ്യൂക്കേറ്റഡ് ഒന്നും അല്ലാത്ത ആൾക്കാരുടെ ജീവിതത്തിലേക്ക് സാത്താൻ അതേ ട്രാപ്പ് കൊണ്ടുവന്നപ്പോൾ അതിനെ പുറംകാലിന് തൊഴിച്ചു ദൂരെ കളഞ്ഞിട്ട് ഇന്നും വിശുദ്ധിയോടും അതിശക്തിയോടും അഭിഷേകത്തോടും കൂടെ നിൽക്കുന്നവരെ കുറിച്ചുള്ള ചരിത്രവും ഈ ലോകത്തിന് പറയാനുണ്ട്. ദൃഢഗാത്രരായിട്ടുള്ള വ്യക്തികളെ വന്നപ്പോ സാത്താൻ തൊഴിച്ചു ദൂരെ കളഞ്ഞ ചരിത്രവും ഈ ലോകത്തിന് പറയാനുണ്ട്, ഈ പുസ്തകത്തിനും പറയാനുണ്ട്. എന്നാൽ ഒട്ടും ആരോഗ്യം ഇല്ലാതെ തിരുവെഴുത്ത് കരങ്ങളിലെടുത്ത ദൈവശക്തിയിൽ മുൻപോട്ട് പോയി ജയിച്ച് ജയശാലികളായി ക്രിസ്തുവിൽ മറഞ്ഞവരും ജയശാലികളായി ഇന്ന് ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരെ കുറിച്ചും ഈ ലോകത്തിനും ഈ തിരുവെഴുത്തിനും പറയാനുണ്ട്. എന്നാൽ ആരോ ആയിക്കോട്ടെ, ഏത് പ്രായക്കാരനോ ആയിക്കോട്ടെ, ഏത് ജെൻഡറോ ആയിക്കോട്ടെ, ഈ സാത്താന്റെ വേൾഡിനെ കുറിച്ചും അവന്റെ ടാക്ടിക്സിനെ കുറിച്ചും അവന്റെ സ്കീമിനെ കുറിച്ചും എല്ലാം വ്യക്തമായി തിരിച്ചറിയാൻ ഉൾക്കണ്ണ് തുറന്നിരിക്കുന്ന ഏതൊരു വ്യക്തിയെയും പരിശുദ്ധാത്മാവ് അതിശക്തമായി എഴുന്നേൽപ്പിക്കുകയും പണിയുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തെ ഞാൻ ഈ കാലഘട്ടത്തിൽ ഈ റീസൺലി ഞാനത് കണ്ടുകൊണ്ടിരിക്കുന്നു. അതിശക്തമായി ദൈവം ഉപയോഗിക്കുന്നവരുണ്ട്, നമ്മുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്. അതിശക്തമായി ദൈവം ഉപയോഗിക്കുന്നവരുണ്ട്. ഞാൻ അതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് ഈ 40 days പ്രയറിനകത്ത് ദൈവം എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര്. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എനിക്ക് ഒരു നാൾ എനിക്ക് വിഷമമുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാ കാലത്തും എനിക്ക് കേൾവിക്കാരെ മാത്രമേ കിട്ടാറുള്ളൂ. 4.5 വർഷം 5 വർഷം അടുക്കാൻ പോകുന്നു ഈ മീറ്റിംഗ് തുടങ്ങിയിട്ട്. 5 വർഷം അടുക്കാൻ പോകുന്നു. പലരും ഇടറി. 5 വർഷത്തെ ചരിത്രം ഈ പ്ലാറ്റ്ഫോമിനോട് ചോദിച്ചാൽ പറയാനുണ്ട്. പലരും ഇടറി, പലരും വിട്ടേച്ചും പോയി, പലരും അനുഗ്രഹം കണ്ട് അനുഗ്രഹത്തിന്റെ തൊപ്പി കണ്ടപ്പോഴേ പോയി. തൊപ്പിക്ക് കീഴെ തലയുണ്ടോന്ന് നോക്കിയില്ല, തൊപ്പി കാണിച്ചപ്പോഴേ പോയി. അതോടുകൂടെ സാത്താൻ അവരെ അടിച്ചോണ്ടേ പോയി. തലയിലാണോ ആ തൊപ്പി ഇരിക്കുന്നതെന്ന് കണ്ടില്ല, തൊപ്പി കണ്ടതും മൊത്തത്തോടെ പോയി. അനുഗ്രഹം കിട്ടിപ്പോയി. അപ്പൊ അനുഗ്രഹത്തിന് വേണ്ടി കയറിയവരുണ്ട്, വിടുതലിന് വേണ്ടി മാത്രം കയറിയവരുണ്ട്, അത് കിട്ടിയപ്പോൾ പോയവരുണ്ട്, നിന്നവരുണ്ട്, നിൽക്കുന്നവരുണ്ട്, നിന്നിട്ട് വിട്ടിട്ട് പോയവർ. ഒരുപാട് ചരിത്രം പറയാനുണ്ട്. പക്ഷേ ഈ 40 ദിവസത്തെ പ്രാർത്ഥനകളിൽ ദൈവം എനിക്ക് ചില ശുശ്രൂഷകരെ എഴുന്നേൽപ്പിച്ചു തന്നു. ഇതിനകത്ത് പരിശുദ്ധാത്മാവ് ശുശ്രൂഷയ്ക്കായി കണ്ടവരെ എഴുന്നേൽപ്പിച്ചു തന്നു എനിക്കിതിനകത്ത്. പരിശുദ്ധാത്മാവ് ജീവനുള്ളവരെ കർത്താവ് തൊട്ട് എഴുന്നേൽപ്പിക്കാൻ തുടങ്ങി. ഇതിനകത്ത് ദൈവം ഉപയോഗിക്കുന്നത് കൊണ്ടാണ്, ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. ഒരുപാട് ചരിത്രം ഈ ലോകത്തിന് പറയാനുണ്ട്. എന്നാൽ വിശുദ്ധ ബൈബിൾ ഇവിടെ പറയുന്നു, അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ബലം ഉണ്ടായിട്ട് ഈ വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ
എന്തുവാ വേണ്ടേ? വർദ്ധിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇല്ലാത്ത ഒന്നിനെ ഉളവാക്കുക എന്നേ പറയത്തുള്ളൂ. ഇല്ലാത്ത ഒന്നിനെ ഉളവാക്കുക എന്നേ പറയത്തുള്ളൂ. ഞാൻ നിങ്ങളോടാ സംസാരിക്കുന്നു കേട്ടോ, നിങ്ങളോടാ. ഇല്ലാത്ത ഒന്നിനെ എനിക്കിപ്പോൾ ഇതിനകത്ത് ഞാൻ എല്ലാവരുടെ മൈക്കും അൺമ്യൂട്ട് ചെയ്യാൻ അനുവാദം കൊടുത്താൽ നിങ്ങളെല്ലാവരും പറയും എനിക്ക് ഇല്ല എന്നൊരു വാക്കേ നിങ്ങൾ പറയത്തുള്ളൂ. എന്താണെങ്കിൽ ഏത് കേസാണെങ്കിലും അതിന് പ്രത്യേകിച്ച് അങ്ങനെ വലിയ വ്യത്യാസമൊന്നും ഇല്ല, എനിക്ക് പ്രതീക്ഷയൊന്നും ഇല്ല, പ്രാർത്ഥിക്കുന്നു ബ്രദറെ, ഈ വാക്കൊക്കെ നിങ്ങൾ പറയത്തുള്ളൂ. എന്നാൽ ഇവിടെ വചനം പറയുന്ന വാക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ആദ്യത്തെ അനുഭവമല്ല. ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു, ആദ്യത്തെ അനുഭവം അല്ല. ഇത് രണ്ടും ഒരു അത്ഭുതകരമായിട്ടൊരു വാക്യമായിട്ട് നമുക്ക് തോന്നും. അത്ഭുതകരമായ ഒരു വാക്ക്, വാവ്, ആമേൻ, അപ്പൊ എനിക്കിന്ന് കർത്താവ് ശക്തി നൽകാൻ പോകുന്നു, നമുക്ക് അങ്ങനെ തോന്നും. ഒബ്വിയസ്ലി അങ്ങനെ തന്നെയാണ്. എന്നാൽ ഈ വാക്യത്തിനകത്തേക്ക് നിങ്ങളെ ആദ്യം ഒന്ന് സ്കാൻ ചെയ്യാനിട്ടേ. ഞാൻ എന്നെ സ്കാൻ ചെയ്യാൻ ഇടുകയാണ്. ഈ വേർഡിനകത്ത് ഈ വേർഡ് എന്ന സോഫ്റ്റ്വെയറിനകത്ത് ഞാൻ എന്നെ സ്കാൻ ചെയ്യാൻ ഇട്ടുകൊടുത്തു. ഞാൻ എന്ന ഈ ഒരു സിസ്റ്റത്തെ ഞാനൊന്ന് സ്കാൻ ചെയ്യാൻ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഈ വേർഡിനകത്തുനിന്ന് ചില കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് കിട്ടും. ചില കാര്യങ്ങൾ എനിക്ക് ഇതിനകത്ത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ആത്മാവിലൊന്ന് കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്തേ. ലോട്ടോഫിനെ മെക്കോസി പപ്പ ഹല്ലേലൂയ. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു. ആദ്യത്തെ അനുഭവമാണെന്ന് തോന്നും, എന്നാൽ അല്ല. ആദ്യമായിട്ടാണ് എന്ന് തോന്നും, അല്ല. 2, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കണമെങ്കിൽ യാക്കോബേ നിനക്ക് ബലം വർദ്ധിപ്പിക്കണമെങ്കിൽ, ഇസ്രായേലെ നിനക്ക് ബലം വർദ്ധിപ്പിക്കണമെങ്കിൽ, എന്നെ കാണുന്ന പ്രിയപ്പെട്ട സുഹൃത്തെ നിനക്ക് ബലം വർദ്ധിപ്പിക്കണമെങ്കിൽ നീ എവിടെയും കേട്ടിട്ടില്ലാത്തതോ കേട്ടിട്ടില്ലാത്തതോ നിങ്ങളിന്മേൽ ഇല്ലാത്തതോ ആയ ഒരു കാര്യത്തെ അല്ല കർത്താവ് നൽകുന്നു എന്ന് പറയുന്നത്. അതിൻ്റെ ഒരംശം എവിടെയോ നിങ്ങളിൽ എപ്പോഴോ മുളച്ചു വന്നിട്ടുണ്ട്. ഈ പ്രവാചക ശിഷ്യന്റെ ഭാര്യമാരിൽ ഒരുത്തി കടം കയറി മുടിഞ്ഞു പോകുന്ന ഒരു അനുഭവത്തെക്കുറിച്ച് രാജാക്കന്മാരുടെ പുസ്തകം പഠിപ്പിക്കുന്നുണ്ടല്ലോ. അവിടെ ഏലീശ എണ്ണ പർവ്വതത്തിൽ നിന്ന് കൊടുത്തു വിടുകയാണോ ചെയ്തത്, അതോ വീടിനകത്ത് ഉണ്ടായിരുന്ന ഒരു ഭരണി എണ്ണയെ വർദ്ധിപ്പിക്കുകയാണോ ചെയ്തത്? വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്, അല്ലേ? വർദ്ധിപ്പിക്കണമെങ്കിൽ അതിനകത്ത് വെറും ഭരണി ഉണ്ട് എന്നല്ല അവിടെ വചനം പഠിപ്പിക്കുന്നത്. ഒരു ഭരണി എണ്ണ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇനി ഞാൻ ഒരു പടി കയറി പറയുകയാണ്. ആ വീടിനകത്ത് ദൈവം എന്തായാലും വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. എന്തായാലും ഇവളെ എന്തായാലും കള്ളന്മാർ കൊണ്ടുപോകാൻ ദൈവം അനുവദിക്കത്തില്ല, ദൈവം തീരുമാനിച്ച കാര്യമാണ്. ദൈവത്തിന് വേണ്ടി നിന്ന കുടുംബത്തെ അടിമകളാക്കി അവന്റെ മക്കളെ ബന്ദികളാക്കി കൊണ്ടുപോകാൻ ഒരമ്മയുടെ കണ്ണി കാണാനും വേണ്ടിയിട്ട് ദൈവം അങ്ങനെ കണ്ണുപൊട്ടാനൊന്നും അല്ല എന്ന് നമുക്ക് ഇന്നും അറിയാം, അന്ന് ആ സ്ത്രീക്കും അറിയായിരുന്നു. മക്കൾ കിടന്ന് കഷ്ടപ്പെടുന്നത് കാണുന്ന ഒരു ദൈവമല്ല. മക്കളെ സാത്താൻ ബന്ധിച്ച്, മക്കളെ സാത്താനാൽ ബാധിച്ച്, അവരെ ഇട്ട് ഉരുട്ടി നുരച്ച് പതപ്പിച്ച് തള്ളിയിട്ട് മുറിവേൽപ്പിച്ച് അങ്ങനെ നിങ്ങളുടെ വിശ്വാസത്തെ ഠോ എന്ന് പറഞ്ഞ് പൊട്ടിച്ചു പൊക്കുന്ന ദൈവമൊന്നും അല്ല. അങ്ങനെ നിന്റെ വിശ്വാസം ഒന്ന് വർദ്ധിക്കട്ടെ, അങ്ങനെ അതൊക്കെ സാത്താൻ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് നമ്മളെ ഇങ്ങനെ, ഈ കഷ്ടത എന്നെ ദൈവത്തിന് പണിയാനാ, ഈ പോരാട്ടം ദൈവത്തിന്. മോനെ, ഒരു പോരാട്ടം കൊണ്ടുവന്നിട്ട് വേണോ ദൈവത്തിന് നിന്നെ പണിയാൻ? മീൻസ് സാത്താന്റെ സഹായം ചോദിച്ചിട്ട് വേണോ ദൈവത്തിന് നിന്നെ പണിയാൻ? ആണെന്നോ അല്ലെന്നോ? അല്ല. ദൈവം പണിയുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, തലമുറകളുടെ മേൽ കൈവെക്കാൻ പോകുന്നു എന്ന് മൊത്തത്തിൽ ആ സാഹചര്യം ദൈവത്തോട് സംസാരിക്കുമ്പോൾ ദൈവം അതിൻ്റെ മധ്യത്തിൽ ഇറങ്ങുക. ആ പ്രവൃത്തി കണ്ട് ഞാൻ ദൈവത്തിൽ അധികമായി വിശ്വസിക്കും. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ മക്കളെ എടുത്തോണ്ട് പോകാൻ, ഈ മക്കളെ അടിമകളാക്കി കൊണ്ടുപോകുന്നത്, ബാക്കി അതുവരെ ആ സ്ത്രീ എല്ലാം കണ്ടു. ആ സ്ത്രീയുടെ പേരൊന്നും അറിയത്തില്ല, ബൈബിൾ പറയുന്നില്ല. അതുവരെ എല്ലാം കണ്ടു, സഹിച്ചു, ദൈവകരങ്ങളിൽ കൊടുത്തു, മുട്ടുമടക്കി പ്രാർത്ഥിച്ചു, ഭക്ഷണം ഒഴിവാക്കി, ഉപവാസത്തിനായിട്ട് ദിവസങ്ങളെ വേർതിരിച്ചു, എല്ലാം ചെയ്തു.
വിടുതലുണ്ടായില്ല എന്ന് നമുക്ക് തോന്നും, ഒരു ഫലവും കണ്ടില്ലല്ലോ എന്ന് നമുക്ക് തോന്നും. പക്ഷേ അവസാന സമയം ഒരു മനുഷ്യന്റെ കാലുകൾക്കുണ്ടാകുന്നതിനേക്കാൾ വേഗതയോടുകൂടെ അവൾക്ക് പർവ്വതത്തിന്മേൽ കയറാൻ, ഒന്നുകൂടെ ഞാൻ കറക്റ്റായിട്ട് പറയാം. ഒരു ചെറുപ്പക്കാരൻ പർവ്വതത്തിൻ്റെ മേൽ ഓടിക്കേറുന്നതിനേക്കാൾ, മലമേൽ ഓടിക്കേറുന്നതിനേക്കാൾ വേഗതയോടെ ഈ 2 മക്കളുടെ അമ്മ, ഞാൻ അങ്ങനെ പറയുക, എത്ര വയസ്സുണ്ടാവും ആ അമ്മയ്ക്ക്? ഒരു 45, ഒരു 50, 55 വെച്ചോ, അത്രയും വെച്ചോ. ചിലപ്പോൾ അതിൽ കൂടുതലുമായിരിക്കും, ഇരിക്കട്ടെ, സാരമില്ല, കുറയ്ക്കണ്ട. ആ അമ്മയ്ക്ക് ഓടിക്കേറണമെന്നുണ്ടെങ്കിൽ ഒരു സാധാരണ ഭക്ഷണം കഴിക്കുന്ന, ഈ അമ്മ സസ്യബുക്കാണോ മാംസബുക്കാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടെ, മാംസബുക്കെന്നിരുന്നോട്ടെ, മത്സ്യമാംസാദികൾ കഴിക്കുന്നവരെന്നിരുന്നോട്ടെ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കഴിക്കുന്ന സ്ത്രീ, ഈ അമ്മയ്ക്ക് ഇത്രയും വേഗത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി പ്രവാചകന്റെ അടുത്ത് ചെന്ന് ദൂത് പ്രാപിച്ച് ഓടി ഇറങ്ങി വന്ന് വീണ്ടും വീടിനകത്ത് കയറി വീണ്ടും ഇതുപോലെ തന്നെ മക്കളെ പറഞ്ഞു വിട്ട് ഭരണി മേടിച്ച് എല്ലാം അടുക്കി വെച്ച് പ്രാർത്ഥിക്കാനുള്ള ബലം ഇല്ല. ഞാനൊന്ന് ചോദിച്ചോട്ടെ, സാധാരണ ഭക്ഷണം കഴിക്കുന്ന ഒരു വ്യക്തിക്ക് സാധിക്കുമോ? മലയൊക്കെ കയറിയേച്ചും വന്ന് അതും ഓടിക്കത്, മക്കൾ ഇവിടെ അടിമകളാക്കാൻ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടണമെങ്കിൽ എന്തായാലും മെല്ലെപ്പോക്ക് നടക്കൂല എന്നറിയാമല്ലോ. അപ്പുറത്തെ അമ്മാമ്മയെ കണ്ട് സ്വത്രവും പറഞ്ഞ് കാര്യങ്ങളും പറഞ്ഞ് ചർച്ചിലെ കാര്യങ്ങളും പറഞ്ഞ് വീട്ടിലെ കാര്യങ്ങളും പറഞ്ഞ് പിന്നെ അവിടുന്ന് 1 കിലോമീറ്റർ മുമ്പോട്ട് പോകുമ്പോൾ അടുത്തൊരാളെ കണ്ട് പിന്നെയും കുശലം ചോദിച്ച് പറഞ്ഞ് ഇങ്ങനെ പോകാൻ എന്തായാലും ഈ അമ്മയ്ക്ക് പറ്റില്ല. കാരണം ഈ അമ്മ സമനില തെറ്റിയ ഒരു ഓട്ടമാണ്. അയ്യോ, ഇതുപോലെ സമനില തെറ്റി നിൽക്കുന്ന ഒരുപാട് പേര് ഇന്ന് കാണുന്നുണ്ട് ഇതിനകത്ത്. ശരി, വരിക, എൻ്റെ ആ ദൂതിൽ നിന്ന് ഞാൻ മാറുന്നില്ല. ഒരു മല കയറിയിട്ട് വന്ന ഒരു അമ്മയ്ക്ക്, ഒരു സ്ത്രീയാണ്, മല കയറിയിട്ട് വന്ന ഒരു അമ്മയ്ക്ക്, ഒരു സ്ത്രീക്ക്, ഒരു മധ്യവയസ്കയ്ക്ക് വീണ്ടും വീടിനകത്ത് വന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു ക്ഷീണം അല്ലെങ്കിൽ ഒരു എനർജി പിന്നെ ഉണ്ടാവുമോ? 8 മണിക്കൂർ ജോലി ചെയ്തിട്ട് വരുമ്പോൾ, മാന്യമായ ജോലി, 10 മണിക്കൂർ ജോലി ചെയ്തിട്ട് വരുമ്പോൾ അത്യാവശ്യം വിശ്രമിക്കാൻ കഴിയും, അത്യാവശ്യം പണിയുമുള്ളൊരു ജോലി കഴിഞ്ഞിട്ട് വരുമ്പോൾ പോലും മര്യാദയ്ക്ക് വീട്ടിൽ ഇരുന്ന് ബൈബിൾ എടുത്ത് വായിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റാത്തവരാണ് സാധാരണ മനുഷ്യർ. ചെറുപ്പക്കാർ, എൻ്റെ ഏജിലുള്ളവർ, കുറച്ചുകൂടെ ഏജുള്ളവർ, ഒരു 40 വയസ്സ്, 45 വയസ്സ്, 50 വയസ്സ്, 55 വയസ്സ്, ഒരു ജീവിതശൈലി രോഗങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ലാത്തവർക്ക് പോലും കഴിയുന്നില്ല ഒരു 8 മണിക്കൂർ, 9 മണിക്കൂർ, 10 മണിക്കൂർ, 11 മണിക്കൂർ ഒരു ജോലി കഴിഞ്ഞേച്ച് വീട്ടിലേക്ക് വന്നാൽ പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ അടുത്തൊരു കാര്യാദികളിലേക്ക് ഫ്രഷ് ആയിട്ട് മൂവ് ചെയ്യാനോ പറ്റുന്നില്ല. പക്ഷെ നിങ്ങൾ ഓർക്കണം, അത്യാവശ്യം വിശ്രമിക്കാനും അത്യാവശ്യം ഒരു ചായ കുടിക്കാനും സ്നാക്സ് കഴിക്കാനും ഉച്ചത്തെ ഊണ് കഴിക്കാനും ഒന്നും സമയമില്ലാത്ത വേലയ്ക്കല്ല അധികം ആൾക്കാരും പോകുന്നത്. അങ്ങനെ ആരും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പോലും സമയമില്ലാത്ത ജോലി അങ്ങനെ ആരും ചെയ്യുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ ഇവിടെ ഈ അമ്മ ഉച്ചയ്ക്ക് ഊണും കഴിച്ച് 11 മണിക്കുള്ള സ്നാക്സും കുടിച്ച് പ്രവാചകനെ കാണാൻ പോയ വഴിക്ക് ഒരു കരിക്കൻ ഷേക്കും അടിച്ചിട്ടൊന്നും പോയ പോക്കൊന്നുമല്ല. ഇവർ വയറ് കത്തിയിട്ടുള്ള ഓട്ടം തന്നെ. എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നത്. കാരണം വീട്ടിലൊന്നും ഇല്ലെന്നേ, ദാരിദ്ര്യത്തിന്റെ അനുഭവമാണ്. ഞാൻ ആത്മാവിൽ സെൻസ് ചെയ്യുന്നുണ്ട്, ഇന്ന് ദാരിദ്ര്യം കൊണ്ടുവരുന്ന സകല ഡീമണും ഇന്നത്തെ ഈ മെസ്സേജോടുകൂടെ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ആയിരിക്കും. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ശ്രദ്ധിക്കുക, ഇന്ന് പുതിയൊരു തലം ഇതിനകത്ത് ഓപ്പൺ ആകും. ഇന്ന് പുതിയൊരു പ്രോസ്പെരിറ്റിയുടെ ഒരു തലം ഓപ്പൺ ആകും. തുറച്ചു നോക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ നോക്കിക്കോളൂ. ഐ ഡോണ്ട് മൈൻഡ്. ഞാൻ കർത്താവിന്റെ പ്രോസ്പെരിറ്റിയിൽ വിശ്വസിക്കുന്നു. തിരുവെഴുത്ത് സകലത്തിലും അനുഗ്രഹിക്കുന്ന ദൈവമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അങ്ങനെ അല്ലെങ്കിൽ പിന്നെ ഈ സ്ത്രീ എന്തിനാ ഇറങ്ങിപ്പോയത്? അങ്ങനെ ഒരു പ്രോസ്പർ ആകണമെന്ന് ആഗ്രഹമില്ലെങ്കിൽ ഈ സ്ത്രീ എന്തിനാ ഇറങ്ങിപ്പോയത്? ഒരു ബ്ലെസ്സിങ്, ഒരു അനുഗ്രഹം അത് വേണമെന്ന് ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. വേലക്കാരൻ കൂലിക്ക് യോഗ്യൻ. വേലക്കാരനാണ് കൂലിക്ക് യോഗ്യൻ. വേലക്കാരനാണ് കൂലിക്ക് യോഗ്യൻ. അപ്പോ ഈ സ്ത്രീയുടെ ഹസ്ബൻഡ് പ്രവാചകൻ ഒരു വേലക്കാരനായിരുന്നു, കർത്താവിന്റെ വേലയിൽ നിൽക്കുന്ന വ്യക്തിയായിരുന്നു. മോനെ, ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം.
നിന്റെ അപ്പം പ്രാർത്ഥിച്ചാലും കരുണയുള്ള ദൈവം നിന്നെ അനുഗ്രഹിക്കും. പക്ഷെ വേലക്കാരൻ നീ ആന്ന് പറയരുത്, നിന്റെ അപ്പനാണ് വേലക്കാരൻ. കാരണം പ്രാർത്ഥിച്ചത് ആ മനുഷ്യനാണ്. സഹോദരി, നിങ്ങളുടെ ഭർത്താവ് പ്രാർത്ഥിച്ചാലും കരുണ കൊണ്ട് ദൈവം നിന്നെ അനുഗ്രഹിക്കും. പക്ഷെ നീ വേലക്കാരിയാന്ന് പറയരുത്, നിന്റെ ഭർത്താവാ വേലക്കാരൻ. സഹോദര, നിന്റെ ഭാര്യ കിട്ടുന്ന സമയമൊക്കെ തലമേൽ തുണിയിട്ട് മുട്ടുമടക്കി ഇരുന്ന് പ്രാർത്ഥിച്ചാലും കരുണയുള്ള ദൈവം നിന്നെ അനുഗ്രഹിക്കും. പക്ഷെ നീ വേലക്കാരനാന്ന് മാത്രം പറഞ്ഞേക്കല്ല്, നിന്റെ ഭാര്യയാണ് വേലക്കാരൻ. വേലക്കാരൻ കൂലിക്ക് യോഗ്യൻ. അവന്റെ വേലയ്ക്കകത്ത് ഒരു വിഹിതം, അവൻ മേടിക്കുന്ന സാലറിയുടെ ഒരു വിഹിതം നിനക്ക് വേണ്ടി അല്ല എന്ന് പറയാൻ പറ്റുമോ? അവൻ അധ്വാനിക്കുന്നതിന്റെ ഒരു വിഹിതം, ഇപ്പം ഞാൻ അധ്വാനിക്കുന്നതിന്റെ ഒരു വിഹിതം, കർത്താവ് എനിക്ക് തരുന്നതിൻ്റെ ഒരു വിഹിതം, എല്ലാം എൻ്റെ വയർ, എൻ്റെ വയർ, എൻ്റെ വയർ, എൻ്റെ വയർ, അങ്ങനെ കരുതുന്നവരുണ്ടോ? ഉണ്ട്. ഭൂരിഭാഗം ആൾക്കാരും അങ്ങനെ. എല്ലാം എനിക്കെന്നല്ലേ. ഷെയറിംഗ് മെൻറ്റാലിറ്റി ഉണ്ടോ നിങ്ങൾക്ക്? ഉള്ളതിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഷെയറിംഗ് മെൻറ്റാലിറ്റി ഉള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ അധ്വാനിക്കുന്നതിൻ്റെ ഒരു വിഹിതം എൻ്റെ വൈഫിനാണ്, എൻ്റെ 2 കുഞ്ഞുങ്ങൾക്കാണ്. ശരിയല്ലേ? ഇതുപോലെയാണ് വീട്ടിൽ പ്രാർത്ഥിക്കുന്നവരുടെ അനുഭവം. വേലക്കാരൻ കൂലിക്ക് യോഗ്യൻ. ഈ സ്ത്രീ, ഭർത്താവ് വിശ്വസ്തയോടെ ദൈവവേല ചെയ്തിരുന്നു. സോ ദൈവം ആ കുടുംബത്തെ മറന്നു കളഞ്ഞില്ല. വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, രാത്രിയെ പകലാക്കി പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തെ, ദൈവം നിന്നെ മറന്നു കളയത്തില്ല. ഈ പ്രവാചക ശിഷ്യന്റെ ഭാര്യയുടെ ലൈഫിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യം വന്നില്ല എന്നുണ്ടെങ്കിൽ ആക്ച്വലി നമുക്കിതൊരു മാർഗദർശിയാകുമായിരുന്നു, നമുക്കിതൊരു റെവലേഷൻ ആകുമായിരുന്നു, നമുക്ക് ഈ വേർഡ് ഒരു ബ്രേക്ക് ത്രൂ ആയി മാറുമായിരുന്നു. എൻ്റെ ആണെങ്കിലും നിങ്ങളുടെ ആണെങ്കിലും ജീവിതത്തെ കർത്താവ് പലപ്പോഴും ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ലേ എന്ന ഒരനുഭവത്തിൽ അതിൻ്റെ ആ ഒരു എൻഡ് വരെ കൊണ്ട് നിർത്തുന്നത് നാളുകളിൽ എൻ്റെ സംഭവങ്ങൾ എനിക്ക് തന്നെ ഒരു സാക്ഷ്യമായി മാറാനാണ്. എന്നെ വിളിക്കുന്ന പലരോടും എനിക്ക് പല ടെസ്റ്റിമണീസ്, പാസ്റ്റർ എങ്ങനെ ഇതിലേക്ക് വന്നു എന്നും, നിങ്ങൾ എങ്ങനെ ഇതിൽ നിൽക്കുന്നു എന്നും, നിങ്ങൾ എങ്ങനെ മുമ്പോട്ട് പോകുന്നു നിങ്ങളുടെ കാര്യങ്ങളെന്നും ഒക്കെ ചോദിക്കുന്നവരോട് എനിക്ക് പറയാൻ ആയിരക്കണക്കിന് ടെസ്റ്റിമണികൾ ഉള്ളതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ അനുഭവങ്ങളിൽ നിന്ന് കർത്താവ് എന്നെ പഠിപ്പിച്ച പാഠങ്ങളാണ്. ഈ അനുഭവങ്ങളിൽ നിന്ന് കർത്താവ് എനിക്ക് നൽകുന്ന പാഠങ്ങളാണ്. മോനെ, കരുതുന്നൊരു ദൈവമുണ്ട്, ഉളവാക്കുന്നൊരു ദൈവമുണ്ട്. സോ ഈ പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഈ ഒരു സ്ത്രീ, ഇവളുടെ ഓട്ടം എന്ന് പറഞ്ഞാൽ സാധാരണ ഓട്ടമല്ല. ഞാൻ ഇനിയൊരു ദൂത് പറയാം. ജീവിതത്തിൽ ദഹിപ്പിക്കുന്ന തീയുടെ ചൂട് വർദ്ധിക്കുന്നവൻ്റെയും വിഴുങ്ങാൻ നിൽക്കുന്ന പോലത്തെ പ്രശ്നങ്ങളുള്ളവൻ്റെയും തകർച്ച മാത്രമാണ് മുമ്പിൽ ഇനി എനിക്ക് എൻ്റെ മനുഷ്യ കണ്ണാൽ കാണാൻ പറ്റുന്നത് എന്ന് പറയുന്നവൻ്റെയും പ്രാർത്ഥനയും ഓട്ടവും വേഗതയും വിശ്വാസവും അതിരുവിട്ടതായിരിക്കും. ആ അനുഭവം ഉള്ളവരൊക്കെ ഇതിനകത്തുണ്ടാകും. സാധാരണ വ്യക്തികൾ പ്രാർത്ഥിക്കുന്നത് പോലെ അല്ല ജീവിതത്തിൽ ചൂടിൻ്റെ അനുഭവം ഉള്ളവർ പ്രാർത്ഥിക്കുന്നത്. ഭ്രാന്ത് പിടിച്ചതുപോലെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്. ശരിയല്ലേ? വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവൻ വന്ന് നോക്കുമ്പം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ വിശ്വാസത്തിൻ്റെ വട്ട് പിടിച്ചതാണെന്നൊക്കെ അവർ പറയും. ഇവന് ഭക്തിമൂത്ത് ഭ്രാന്തായതാണെന്ന് അവർ പറയും. കാരണം അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അവരെ ആ അനുഭവത്തിൽ കൂടെ ദൈവം കടത്തിക്കൊണ്ട് പോകുന്നുള്ളൂ. അതിനുള്ളതേ അവർക്കും ഉള്ളൂ. പക്ഷേ വല്ലാത്ത അനുഭവത്തിൽ പോയ, നിങ്ങൾ യോസെഫിന്റെ ചരിത്രം എടുത്തു നോക്ക്. വല്ലാത്ത അനുഭവത്തിൽ പോയ ഒരു മനുഷ്യനാ, പിന്നെ ആ മനുഷ്യന്റെ സ്ഥാനം എവിടെയായി? നിങ്ങൾ ദാനിയേലിനെ എടുത്തു നോക്ക്. വല്ലാത്ത അനുഭവത്തിൽ കൂടെ കടന്നുപോയ മനുഷ്യനാ, പിന്നെ ആ മനുഷ്യന്റെ മാനം എവിടെയായി? നിങ്ങൾ ശദ്രക് മേശക് അബേദ്നെഗോ ബാലന്മാരുടെ കാര്യം എടുത്തു നോക്ക്. ഇടറി വീഴുമെന്ന് തോന്നി, തളർന്നു പോകുമെന്ന് തോന്നി, ക്ഷീണിച്ചു പോകുമെന്ന് തോന്നി, ലിറ്ററലി തീക്കകത്തെടുത്ത് എറിഞ്ഞു കളഞ്ഞു. ഡെഡ് ബോഡിയെ തീക്കകത്തിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ജീവനുള്ളൊരു ബോഡിയെ എടുത്ത് തീക്കകത്തിട്ടാലോ? ജീവനുള്ളവനെ എടുത്ത് തീക്കകത്തിട്ട്. പക്ഷെ ഞാൻ ആത്മാവിലൊരു കാര്യം പറയാം. അകത്ത് ജീവനുള്ളവനെ തീക്കകത്തെടുത്തിട്ടാൽ ഇടുന്നവൻ സൂക്ഷിക്കണം. അകത്ത് ജീവനുള്ള നിന്നെ തീയുടെ അനുഭവത്തിലേക്ക് തള്ളി വിടുന്നവർ സൂക്ഷിക്കേണ്ടി വരും. അകത്ത് ദൈവത്തിന്റെ ജീവൻ കാത്തു സൂക്ഷിക്കുന്ന നിന്നെ പൊള്ളലേൽപ്പിക്കാൻ ശ്രമിക്കുന്നവൻ സൂക്ഷിക്കേണ്ടി വരും. അകത്ത് ജീവനുള്ളവന്റെ ജീവിതം മുട്ടിക്കാനും വഴിമുട്ടിക്കാനും അവന് ദൈവം വെച്ചിട്ടുള്ള വഴികളെല്ലാം അടയ്ക്കാൻ ശ്രമിക്കുന്നവൻ സൂക്ഷിക്കേണ്ടി വരും.
അവരുടെ ജീവിതം പിന്നെ എന്തായി? അതാ ഞാൻ പറഞ്ഞത്, സാധാരണ ഒരു ലൈഫ് ആയിരുന്നില്ല, അല്ലെങ്കിൽ സാധാരണ രീതിയിലത്തെ ഒരു വിശ്വാസമോ സാധാരണ ഒരു മനുഷ്യനെ പോലത്തെ ഓട്ടമോ വേഗതയോ ആയിരുന്നില്ല ഈ സ്ത്രീക്ക്. ഇന്ന് എന്നെ കാണുന്നതിൽ പുരുഷന്മാർക്ക് ആലോചന ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരം. പക്ഷേ ഒരു പുരുഷൻ എടുക്കാൻ പ്രാപ്തിയുള്ളതിനേക്കാൾ 3 മടങ്ങ് ഭാരം ഏറ്റുകൊണ്ട്, അല്ലെങ്കിൽ ഒരു പുരുഷൻ കൂടെ ഹെൽപ്പ് ചെയ്യേണ്ട ഒരു സ്ഥാനത്ത് ആ സ്ഥാനം ശൂന്യമായിരിക്കുന്നവരോ ആ സ്ഥാനത്ത് അർഹനായവരുണ്ടായിട്ടും ആ ദൗത്യം ഏറ്റെടുക്കാൻ ഇല്ലാഞ്ഞിട്ട് സ്ത്രീജനങ്ങളായി വല്ലാതെ ഭാരം അനുഭവിക്കുന്ന ഏതൊക്കെയോ ദൈവമക്കളോട് ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയുന്നു, നിന്റെ ജീവിതത്തിൽ ഇന്നു മുതൽ ഒരു സ്വർഗീയ വേഗത പരിശുദ്ധാത്മാവ് സകല കാര്യങ്ങൾക്കും കൈമാറാൻ പോവുകയാണ്. നമ്മളെപ്പോലെ സാധാരണ ഭക്ഷണം കഴിച്ച് ജീവിച്ച ഒരു സ്ത്രീ പ്രവാചകനെ കണ്ട് ദൂത് മേടിച്ച് തിരിച്ചിറങ്ങി വന്ന വീടിനകത്ത് കയറി പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ ഈ സ്ത്രീക്ക് സപ്ലൈ കിട്ടിയത്, ഈ സ്ത്രീക്ക് ബ്ലഡിനകത്തേക്ക് സപ്ലൈ ചെയ്തത് ആരാ? പോകുന്ന വഴിക്ക് പഴം പറിച്ച് കഴിച്ചിട്ടൊന്നും പോയിട്ടില്ല കേട്ടോ. കാരണം ഇവൾക്ക് പ്രവാചകനെ കണ്ടാൽ മതി, കണ്ടിട്ട് വീട്ടിൽ വന്നൊരു വിടുതൽ നടന്നാൽ മതി. ഇതിനകത്ത് ടീയും സ്നാക്സും കഴിക്കാനുള്ള സമയവും പഴം കഴിക്കാനുള്ള സമയമൊന്നും ഇല്ല. ഇവളുടെ ബ്ലഡിനകത്ത് ന്യൂട്രിയൻസ് സപ്ലൈ ചെയ്തത് ആരാണ്? ഇവളുടെ BP ഡൗൺ ആകാതെ ഇവളെ കാത്തു സൂക്ഷിച്ചത് ആരാണ്? ഇവളുടെ ഷുഗർ ലോ ആവാതെ ഇവളെ പിടിച്ചു നിർത്തിയത് ആരാണ്? മല കയറിയപ്പോ തലകറക്കം വരാതെ ഇവളെ ഓടിച്ചതാരാണ്? ഈ പ്രശ്നങ്ങളെല്ലാം വീട് ജപ്തി ചെയ്യുന്ന ഒരു അനുഭവത്തിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോ ഈ സ്ത്രീ. മക്കളെ ജപ്തി ചെയ്തുകൊണ്ട് പോകുന്ന അവസ്ഥയിലാണിപ്പോ ഈ സ്ത്രീ. ഈ കുഞ്ഞുങ്ങൾ നാളെ കഴുത ഭാരം ചുമക്കുന്നത് പോലെയും കാളഭാരം ചുമക്കുന്നത് പോലെയും പലരുടെ ഊഴിയവേല ചെയ്യുന്നതും കണ്ണുകൊണ്ട് കാണേണ്ടി വരുന്ന ഒരു അവസരത്തിലാണ് ഈ സ്ത്രീ. അവരുടെ മാനസിക നില എന്തായിരിക്കും? അവരുടെ മുഖഭാവം എന്തായിരിക്കും? അവരുടെ ഹാർട്ട് ബീറ്റ് എന്തായിരിക്കും? അവരുടെ മനസ്സിന്റെ അവസ്ഥ എന്തായിരിക്കും? തലമുറകൾ നല്ല രീതിയിൽ ജീവിക്കുന്നത് കാണുന്നതാണോ ഒരപ്പന്റെ അമ്മയുടെ സന്തോഷം? അതോ പിള്ളേർ നശിച്ചു പോകുന്നത് കാണാൻ പറ്റുന്നവരാണോ ഒരപ്പനും അമ്മയും? നശിച്ചു പോകുന്നുവെങ്കിൽ, നാശത്തിലേക്കാണെന്ന് പോകുന്നു എന്ന് അറിയുന്നവരുടെ ചങ്കിടിപ്പ്, ഹാർട്ട് ബീറ്റ് സാധാരണ നിലയിലായിരിക്കുമോ? അവരുടെ BP സാധാരണ നിലയിലായിരിക്കുമോ? അവരുടെ സന്തോഷം സാധാരണ ഒരു മനുഷ്യനെ പോലെ ആയിരിക്കുമോ? അവരുടെ ജീവിതം സാധാരണ ഒരു വ്യക്തിയെ പോലെ ആയിരിക്കുമോ? അപ്പൊ ആരാണ് ഈ സ്ത്രീയെ ഇപ്പൊ നിർത്തിയിരിക്കുന്നത്? ദൈവമാണ്. വീട് കയ്യിൽ നിന്ന് പോകുന്നു, വീടിനകത്തുള്ള എല്ലാം ഓൾറെഡി പോയി, വീടിനകത്തുള്ള എല്ലാം ഓരോരുത്തർ എടുത്തോണ്ട് പോയി, പണം കൊടുത്തവരൊക്കെ എടുത്തോണ്ട് പോയി. ഇപ്പോ വീടും പോകും മക്കളും പോകുന്നുള്ള അവസ്ഥയായി. അപ്പൊ ഈ സ്ത്രീയുടെ അവസ്ഥ എന്താണ്? അപ്പൊ ഈ മല കയറാൻ ഈ സ്ത്രീക്ക് ബലം കൊടുത്തത് ആരാണ്? രാവിലെ അൽഫാം കഴിച്ചിട്ട് ഓടി ഓട്ടമാണോ? അതോ ഏലിയാവിനെ പോഷിപ്പിച്ചതുപോലെ ദൈവം ഒരു നേരത്തെ അട പോലും കൊടുത്തതായി ബൈബിൾ പറയുന്നില്ല. ഏലിയാവിന് ദൈവം കൊടുത്ത, ദൂതം കൊണ്ടുകൊടുത്ത ഒരടയിലും വെള്ളത്തിലും 40 ദിവസം ആ മനുഷ്യൻ സഞ്ചരിച്ചു. ഇവിടെ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അങ്ങനെയും ഒരു പ്രൊവിഷൻ കിട്ടിയെന്ന് ബൈബിൾ പറയുന്നില്ലല്ലോ. അപ്പോൾ ഈ സ്ത്രീയെ നിർത്തിയതാരാണ്? മോനെ, ഞാനൊരു ദൂത് നിന്നോട് പറയാം. ബൈബിളിൽ അങ്ങനെ കൊടുത്തതും അങ്ങനെ കുടിപ്പിച്ചതുമായിട്ടുള്ള അത്ഭുതങ്ങളെക്കുറിച്ചും നടത്തിപ്പുകളെക്കുറിച്ചും ദൈവവചനം പറയുമ്പോൾ അങ്ങനെ പോലും എനിക്കില്ലല്ലോ എന്ന് നീ ചിന്തിച്ചിരിക്കുമ്പോൾ, അങ്ങനെ കൊടുക്കാതെയും ദൈവം മല കയറ്റിയ, ദൈവ ശബ്ദം കേൾപ്പിച്ച, ദൈവം റിസ്റ്റോർ ചെയ്ത, ദൈവം കൺസ്ട്രക്ട് ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ചും ഇതുപോലെ മാർമികമായി ബൈബിളിനകത്ത് പറയുന്നുണ്ട്. എനിക്ക് ഏലിയാവിനെ പോലെ ഒരു മിനിസ്ട്രി ചെയ്യാൻ ആഗ്രഹമുണ്ട് കർത്താവേ എന്ന് എനിക്ക് പറയാം. കാരണം ഏലിയാവ് ചെയ്തതിനെ കുറിച്ച് എനിക്ക് അറിവുണ്ട്. പക്ഷേ അതിനേക്കാൾ അപ്പുറമാകുന്ന ഒരു നിലവാരത്തിൽ എന്നെ കൊണ്ട് ചെയ്യിക്കാനും ദൈവത്തിന് പദ്ധതി ഉണ്ട് എങ്കിൽ ഞാൻ ഏലിയാവിന്റെ ലെവലിൽ നിന്നാ മതി എന്നാണോ ഞാൻ പ്രാർത്ഥിക്കേണ്ടതും പറയേണ്ടത്? ഹല്ലേലൂയ. പ്രിയപ്പെട്ട സുഹൃത്തെ, ഞാൻ നിങ്ങളോടാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്, ഈ ആഴങ്ങളിലേക്ക് കർത്താവ് കൊണ്ടുപോകും, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ പോലും തിരുവെഴുത്തിൽ അത്ഭുതങ്ങളെക്കുറിച്ച് നിങ്ങൾ കേൾക്കുന്നു.
അതിശയങ്ങളെക്കുറിച്ച് നിങ്ങൾ കേൾക്കുന്നു, ഒരുപാട് വീര്യപ്രവൃത്തികളെക്കുറിച്ച് കേൾക്കുന്നു. നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ ഒരാശ്വാസം, പക്ഷെ ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ നടക്കുന്നില്ലല്ലോ. ശരിയല്ലേ? നിങ്ങൾ അങ്ങനെ ചിന്തിച്ചവരല്ലേ, പറഞ്ഞവരല്ലേ? എന്നാൽ വിശുദ്ധ ബൈബിൾ പറയുന്നു, ഇവിടെ ഇങ്ങനൊരു സ്ത്രീയുണ്ട്. എന്ത് അത്ഭുതം കാണിച്ചു ദൈവം! ഈ സെക്കൻഡ് വരെ എന്ത് അത്ഭുതമുണ്ട്! ഈ സെക്കൻഡ് വരെ ദൈവം അപ്പം കൊടുത്തെന്നോ അട കൊടുത്തെന്നോ ദൂതം വന്നെന്നോ ഒന്നും പറയണില്ല. പക്ഷേ ഇവൾ മല കയറി. കാരണം പ്രവാചകൻ അവിടെ ഉണ്ടെന്ന് അറിവ് കിട്ടിയിട്ട് ഇവൾ പർവ്വതം കയറി. എൻ്റെ ചിന്ത ഇതാണ്, ഇവളുടെ BP ഡൗൺ ആയില്ല, ഷുഗർ ലോ ആയില്ല, ഇവൾക്ക് ഭക്ഷണം കഴിക്കാൻ മേലാഞ്ഞിട്ട് മല കയറാൻ പറ്റാണ്ടിരുന്നില്ല. ഇവളെ ആര് ബലപ്പെടുത്തി കയറ്റി? ഞാൻ ആത്മാവിൽ വീണ്ടും പ്രവചിച്ചു പറയുന്നു, സാധാരണ ഒരു സ്ത്രീ അനുഭവിക്കുന്നത് പോലെ ആയിരിക്കത്തില്ല നിങ്ങൾ അനുഭവിക്കുന്നത്. സാധാരണ ഒരു ശുശ്രൂഷകൻ അനുഭവിക്കുന്നത് പോലെ ആയിരിക്കത്തില്ല ഇന്ന് നിങ്ങൾ ഫേസ് ചെയ്യുന്നത്. സാധാരണ ഒരു ഫാമിലിക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല നിങ്ങൾ ഇന്ന് മീറ്റ് ചെയ്യുന്നത്. ഒരു ശരാശരി ഒരു മനുഷ്യന് താങ്ങാൻ പറ്റുന്ന ഭാരമൊന്നും ആയിരിക്കത്തില്ല ഇന്ന് നിങ്ങൾ താങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എങ്കിലും അത് ചുമക്കാനും അത് ചുമന്നുകൊണ്ട് ആ പ്രശ്നത്തിന്റെ ആരംഭം മുതൽ ഇന്നത്തെ തീയതി വരെയും പിടിച്ചു നിൽക്കാൻ നിങ്ങൾക്ക് കഴിയുന്നു എന്നുണ്ടെങ്കിൽ ഇതിന്റെ ബലം നിനക്ക് നൽകുന്നത് ദൈവമല്ല, ഇതിന്റെ ബലം നിനക്ക് നൽകുന്നത് മനുഷ്യനല്ല. ഇത് നിന്റെ മനോബലത്തിന്റെ പുറത്ത് നീ ജീവിക്കുന്നതല്ല. ഇത് നിങ്ങളുടെ പോസിറ്റീവ് തിങ്കിന്റെ ലെവലിൽ നിങ്ങൾ ജീവിക്കുന്നതല്ല. ഇതിന്റെ അകത്തൊരു സ്വർഗീയ ബലം ആമേൻ ആമേൻ മാർമികമായി ചലിക്കുന്നുണ്ട്. അങ്ങനെ ദൈവം വെറുതെ നിങ്ങളെ ഒരു തിരുവെഴുത്ത് കേൾപ്പിക്കുവോ? വെറുതെ ഒരു ദൈവശബ്ദം നിങ്ങളെ കേൾപ്പിക്കുവോ? കേൾപ്പിക്കത്തില്ല. ഈ സ്ത്രീ ഇവളുടെ ഹസ്ബൻഡ് പറഞ്ഞുള്ള വിശ്വാസമാണോ അതോ ദൈവത്തിൽ നിന്ന് കണ്ടുള്ള വിശ്വാസമാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷെ വിശ്വാസമുള്ളവളായിരുന്നു. ഇവൾക്ക് ആശ്രയിക്കാൻ വേറെ ആരും ഇനിയില്ല. ഇവളോടി പ്രവാചകന്റെ വീട്ടിൽ നിന്ന് വന്നിട്ട് വീടിനകത്ത് ചെന്ന് ഒരു ഭരണി എണ്ണമേൽ നോക്കണമെന്നുണ്ടെങ്കിൽ, നമ്മൾ ഇവിടെയാണ് നിന്നത്, ബലം വർദ്ധിപ്പിക്കുന്നു. ഈ വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിലവിൽ എന്തെങ്കിലും ഒന്ന് വേണ്ടേ? എൻ്റെ വീട്ടിൽ ഒരു ദോശയ്ക്കുള്ള മാവേ ഉള്ളൂ, ഒരു ദോശയ്ക്കുള്ള മാവ്. എൻ്റെ വീട്ടിൽ ഒരു തവി കോരാനുള്ള മാവേ ഉള്ളൂ എന്ന് വെച്ചോ. എൻ്റെ 2 കുഞ്ഞുങ്ങൾക്കും എനിക്ക് അത് വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് അതിനകത്ത് വെള്ളം ചേർക്കാൻ പറ്റൂല. വെള്ളം ചേർത്താൽ ദോശയ്ക്ക് ഷേപ്പ് കുറയും. ദോശ ഉണ്ടാക്കിയിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയേ, ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ വെള്ളം ചേർക്കാൻ ഒരപ്പൻ എന്തായാലും മനസ്സ് കാണൂല. വർദ്ധിപ്പിക്കാൻ വേണ്ടി വെള്ളം ചേർക്കരുത്, ഒന്നിലും വെള്ളം ചേർക്കരുത്. വിശ്വാസത്തിലും വെള്ളം ചേർക്കരുത്, ഭക്ഷണത്തിലും വെള്ളം ചേർക്കരുത്, ജീവിതത്തിലും വെള്ളം ചേർക്കരുത്. ഒരു രുചിയും കാണൂല. അത് ദോശയാണെങ്കിലും ജീവിതമാണെങ്കിലും. സ്തോത്രം. ഉള്ളത് മതി. 40 ദിവസം ജീവിക്കാൻ ഏലിയാവിന് അടയുണ്ടാക്കി കർത്താവ് കൊടുത്തപ്പോൾ അതിനകത്ത് മറ്റേ ബ്രെഡിനകത്ത് ഓംലേറ്റും അതിനകത്ത് പിന്നെ കുറച്ച് വെജിറ്റബിൾസും ഒക്കെ കയറ്റി കൊടുക്കണ പോലെ അങ്ങനെ സ്റ്റഫ് ചെയ്തൊന്നും കൊടുത്തില്ല. ഉള്ളത് മര്യാദയ്ക്ക് കൊടുത്തു. ഒരെണ്ണേ കൊടുത്തുള്ളൂ, ഒന്നേ കൊടുത്തുള്ളൂ. കർത്താവിൻ്റെ ദൂതൻ ഇറങ്ങി 100 മീറ്റ് റോൾ കൊടുത്തു, 100 സാൻഡ്വിച്ച് കൊടുത്തു എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് സുഖമായിരിക്കും. പക്ഷേ ഇവിടെ ഒന്നേ കൊടുത്തുള്ളൂ. ദൈവം 1 കൊടുത്താൽ മതി, നിനക്ക് ദീർഘകാലത്തേക്ക് അത് മതി. ആമേൻ. ദൈവം തരുന്നത് മതി എന്ന് പറയണം കേട്ടോ. ദൈവം തരുന്നത് മതി എന്ന് പറയണം. പറഞ്ഞേ, എനിക്കെൻ്റെ ദൈവം തരുന്നത് മതി. ദൈവം തരുന്നത് മതി. ദൈവം തന്നാൽ അത് തന്നതുമായിരിക്കും. അപ്പോൾ എനിക്ക് എൻ്റെ 2 കുഞ്ഞുങ്ങൾക്കും ഒരു തവി മാവിൽ നിന്ന് ദോശ ഉണ്ടാക്കണം. ഒരു നല്ല അപ്പൻ അല്ല ഞാനെങ്കിൽ എന്ത് ചെയ്യും? അതിനകത്ത് ലാവിഷായിട്ട് വെള്ളം ചേർക്കും. കാര്യം എന്താ? പൈപ്പ് തുറന്നാൽ മതിയല്ലോ, ചുമ്മാതെ കിട്ടും. ചുമ്മാതെ കിട്ടുന്നതിനോട് ഭയങ്കര താല്പര്യമാണ്. നോ, വില കൊടുത്ത് മേടിക്കണം, വില കൊടുത്ത് മേടിക്കണം. ചുമ്മാതെ മേടിക്കാൻ നിൽക്കൽ, വില കൊടുത്ത് മേടിക്കണം. ഒരാമേൻ പറഞ്ഞേ, വില കൊടുത്ത് മേടിക്കണം. ദൈവത്തിൻ്റെ ആലോചനകൾ വില കൊടുത്ത് മേടിക്കണം. ദൈവശബ്ദങ്ങൾ വില കൊടുത്ത് മേടിക്കണം. ദൈവത്തിൽ നിന്നുള്ള ദൂതുകൾ വില കൊടുത്ത് മേടിക്കണം. അപ്പൊ ഞാൻ ഒരു നല്ല അപ്പനാന്ന് എനിക്ക് ബോധം ഉള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഒരു തവി മാവിനെ 2 ചെറിയ ദോശകളാക്കി എൻ്റെ 2 മക്കൾക്ക് കൊടുക്കും. അല്ലാതെ ഒരാൾ കഴിച്ചുകൊണ്ടിരിക്കുക മറ്റൊരാൾ കൊതി നോക്കിക്കൊണ്ടിരിക്കാൻ ഒരു അപ്പന് സാധിക്കുമോ? അല്ലെങ്കിൽ ഒരു അമ്മയ്ക്ക് സാധിക്കുമോ? ഇല്ല. അപ്പം എൻ്റെ വൈഫ് എന്ത് ചെയ്യും? ആ ഒരു ദോശ ഒന്നുകില്ല ഒന്നിനെ ഉണ്ടാക്കിയിട്ട് ഷെയർ ചെയ്യും. ഇല്ലെങ്കിൽ 2 പേർക്കും പൂർണ്ണതയുള്ളത് വേണമെന്ന് പറയുന്നുവെങ്കിൽ ആ ഒരു തവി മാവിനെ 2 പ്രാവശ്യമായിട്ട് ഒഴിച്ച് ആ ദോശയുടെ ഷേപ്പിൽ കൊടുക്കും. അപ്പനാണ് കൊടുക്കുന്നതെങ്കിൽ, അമ്മയാണ് കൊടുക്കുന്നതെങ്കിൽ ആ ഒരു ചെറിയ ദോശ കൊണ്ട് പിള്ളേരുടെ വയറ് നിറഞ്ഞിരിക്കും. മനസ്സിലായില്ലല്ലേ? എത്ര അപ്പം യേശുവിൻ്റെ കയ്യിൽ കിട്ടി? 5000 പേരെ പോഷിപ്പിക്കാൻ. എത്ര അപ്പം മീനും യേശുവിൻ്റെ കയ്യിൽ കിട്ടി? 4000 പേരെ പോഷിപ്പിക്കാൻ, 10000ങ്ങളെ പോഷിപ്പിക്കാൻ.
മോനെ, ഒരപ്പൻ്റെ കയ്യിലേക്ക് കിട്ടിയാൽ, ഒരമ്മയുടെ കയ്യിലേക്ക് കിട്ടിയാൽ, സ്തോത്രം പറഞ്ഞ് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും മക്കളുടെ വായിൽ വെച്ച് കൊടുത്താൽ അതവന് 1 വർഷത്തേക്കുള്ള ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യും അവൻ്റെ ബോഡിയിൽ, ആ അപ്പത്തിൽ നിന്ന്. അതാണ് പ്രാർത്ഥിച്ചെന്തെങ്കിലും ചെയ്താലുള്ള ഗുണം. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തികയായ്മ വരുന്നുണ്ടോ? പ്രാർത്ഥിച്ച് ചെയ്യുക. നിങ്ങൾ തളർന്നു പോകുന്നുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിച്ച് ഓടാൻ നോക്ക്. നിങ്ങൾ പ്രാർത്ഥിച്ച് നടക്കാൻ നോക്ക്. നമ്മൾ ഈ ഇതിനിടയിൽ ബുദ്ധിയും ലോജിക്കും കോമൺ സെൻസും ഇതൊക്കെ വേണം. നമ്മുടെ ലൈഫിൽ കോമൺ സെൻസ് വേണം, ബുദ്ധി വേണം, ലോജിക്കലി നമ്മൾ ചിന്തിക്കണം, പ്രാക്ടിക്കലി ചിന്തിക്കണം, സ്പിരിച്വലിയും ചിന്തിക്കണം. കർത്താവ് ആരോട് കംപ്ലീറ്റ്ലി നിങ്ങൾ സ്പിരിച്വലി ചിന്തിച്ച് ജീവിക്കൂ എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. ബുദ്ധിയുള്ളവരായിരിക്കും കർത്താവ് പറയുന്നു. പക്ഷെ എല്ലായിടത്തും ബുദ്ധി കൊണ്ടിട്ട് വരയ്ക്കാൻ നിൽക്കല്ലേ. നിങ്ങൾ തളർന്നു പോകുന്നത് ബുദ്ധിക്ക് കൂടുതൽ ആശ്രയിക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾ ക്ഷീണിച്ചു പോകുന്നത് നിങ്ങൾ ഫിസിക്കലി വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. ഫിസിക്കലി വർക്ക് ചെയ്യേണ്ടതെന്നല്ല, നമുക്ക് സ്പിരിച്വലി വർക്ക് ചെയ്യേണ്ടതുണ്ട്, ഫിസിക്കലി വർക്ക് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ ഞാൻ ആ സ്ത്രീ ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ ആശീർവാദം പറയാൻ പോവുക. ഇവിടെ ഈ സ്ത്രീ എന്താ ചെയ്തേ? ഇവർ ബുദ്ധിക്കല്ല ഇവിടെ വർക്ക് ചെയ്തേ. ഇനിയിപ്പോൾ വല്ല പ്രവാചകനെ വിളിച്ചിട്ട് എന്ത് കാര്യം? ഇനിയിപ്പോൾ അയാളുടെ അടുത്ത് പോയിട്ട് എന്ത് കാര്യം? ഇനിയിപ്പോൾ പോയ അയാൾ മറുപടി പറഞ്ഞത് ഇനിയിപ്പോൾ എന്ത് ചെയ്തിട്ട് എന്ത്? ഇനിയിപ്പോൾ അയാൾ 30 ദിവസം ഉപവസിക്കാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ 40 ദിവസം ഉപവസിക്കാൻ പറഞ്ഞാൽ ഇനിയിപ്പോൾ അതിനുള്ള സമയമുണ്ട്. ഇതൊന്നും അവൾ ലോജിക്കലി ചിന്തിച്ചേ ഇല്ല ഈ സ്ത്രീ. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നിങ്ങളിത് മനസ്സിലാക്കണം. ലോജിക്കലി ചിന്തിച്ചാൽ അവൾക്ക് വീട് വിട്ടിറങ്ങി ഓടിയേ പറ്റൂ എന്നൊരു ഘട്ടം വന്നപ്പോൾ അവൾ ഒറ്റ കൈ പ്രയോഗം സാധാരണ ഒരു മനുഷ്യൻ്റെ വേഗതയിലല്ല, അവൾ സ്വർഗീയ വേഗതയിൽ പ്രവാചകൻ്റെ അടുത്ത് എത്തി. അവൾ ദൈവശബ്ദത്തെ കേട്ടു, അവൾ ഓടി വന്നു, പറഞ്ഞതുപോലെ വീടിനകത്ത് കയറി വാതിലടച്ചു, മക്കളെ കൊണ്ട് ഭരണി കടം വാങ്ങിപ്പിച്ചു, അതിനകത്ത് വെച്ചു നിലവിലുള്ള ഒന്നിനെ വർദ്ധിപ്പിച്ചു. നിലവിലുള്ള ഒന്നിനെ മാത്രമേ വർദ്ധിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ അവിടെയാണ് വന്നത്. ബലം വർദ്ധിപ്പിക്കുന്നു. അപ്പൊ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ ഒരു തവി മാവിനെ 2 ദോശയാക്കിയതിൻ്റെ കാരണം ദോശമാവേ വീട്ടിലില്ലാത്തത് കൊണ്ടല്ല. അപ്പത്തിൻ്റെ മാവ് 2 അപ്പം ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ അപ്പത്തിൻ്റെ മാവേ വീട്ടിലില്ലാത്തത് കൊണ്ടല്ല. നിലവിൽ എൻ്റെ കയ്യിൽ അപ്പത്തിൻ്റെ മാവ് ഉള്ളതിനെ ഞാൻ 2 തവിയാക്കി. ഇത് മാനുഷികം. എന്നാൽ കർത്താവ് നിലവിലുള്ള സൈസ് കുറച്ചിട്ടല്ല കർത്താവ് മക്കൾക്ക് സപ്ലൈ ചെയ്യുന്നത്. യേശുവിൻ്റെ കയ്യിൽ കിട്ടിയതിനെ സുഭിക്ഷമായി സപ്ലൈ ചെയ്തിട്ട്, സുഭിക്ഷമായി ജനത്തിന് സെർവ് ചെയ്തിട്ട് 12 കൊട്ട ശേഖരിച്ചു. അത് ശിഷ്യന്മാർക്കുള്ള റിവാർഡാണ്. ശിഷ്യന്മാരാണ് വിളമ്പിയത്. എന്നെ കേക്ക് ശിഷ്യന്മാരെ, കർത്താവിൻ്റെ നാമത്തിനാണ് നിൽക്കുന്നവരെ, നമ്മൾ വിളമ്പുന്നുണ്ടെങ്കിൽ വെറുതെ ഒന്നും വിളമ്പണ്ട. കർത്താവ് നമ്മുടെ കയ്യിൽ അമർത്തി കുലുക്കി തന്നിരിക്കും. കർത്താവാണ് വാഴ്ത്തിയത്, കർത്താവാണ് നുറുക്കിയത്. കർത്താവ് പക്ഷെ സപ്ലൈ ചെയ്യാൻ, സെർവ് ചെയ്യാൻ ഏൽപ്പിച്ചത് ശിഷ്യന്മാരുടെ കയ്യിലാണ്. ഹല്ലേലൂയ. നീ ഒരിടത്ത് വിളമ്പിയാൽ നിനക്ക് മറ്റൊരിടത്തുനിന്ന് റിവാർഡ് ദൈവം തരും. നീ ഒരു വ്യക്തിക്ക് നീ ദാനം ചെയ്താൽ മറ്റൊരിടത്തുനിന്നൊരു ദാനം ദൈവം നിനക്ക് തരും. നീ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ 1000 പേര് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം ഒരുക്കും. കർത്താവിൻ്റെ രാജ്യത്തിൽ എല്ലാത്തിനും റിവാർഡുണ്ട്. ഇതാരുടെ കയ്യിലാണ് ഇരിക്കുന്നതെന്ന് ഓർക്കണം. ദൈവത്തിൻ്റെ കയ്യിലാണ് ഇരിക്കുന്ന കാര്യങ്ങൾ. മനുഷ്യരുടെ കയ്യിൽ കാര്യങ്ങൾ കൊടുക്കുന്ന ഒരാളുടെ കാര്യം അല്ല ഈ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ എന്താ പറയുന്നത്? വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിലവിൽ എന്തെങ്കിലും ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം. എൻ്റെ വീട്ടിൽ ഒരു തവി അപ്പത്തിൻ്റെ മാവ് അല്ലെങ്കിൽ ദോശയുടെ മാവ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയത് കൊണ്ടാണ് ഞാൻ അവിടെ ബോധേടാകാത്തത്. ഇതിനെ ഞാൻ 2 ആക്കി കൊടുക്കാം കുഞ്ഞുങ്ങൾക്ക്. ഞാൻ അങ്ങനെ അങ്ങ് ചിന്തിച്ചു. ഈ തവി മാവ് എൻ്റെ യേശുവിൻ്റെ കയ്യിലാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ കർത്താവ് ഇവിടെ സമൂഹ സദ്യ വിളമ്പിയേനെ. ആമേൻ, ഹല്ലേലൂയ. അതാണ് ദൈവപ്രവൃത്തി എന്ന് പറയുന്നത്. ഇവിടെ നിലവിലുള്ള ഒന്ന് ബലം വർദ്ധിപ്പിക്കുന്നു എന്ന് പറയുന്നു. വർദ്ധിക്കണമെങ്കിൽ, ഞാൻ വർദ്ധിക്കുക എന്നുള്ളത് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ നിലവിലൊന്നും ഇല്ലാത്തവളല്ല. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ബോഡിയിൽ, നിങ്ങളുടെ സ്പിരിറ്റിൽ, നിങ്ങളുടെ സോളിൽ ഒന്നും ഇല്ലാത്ത ഒരു വ്യക്തിയായി എന്നെ ഇന്ന് ആരും കേൾക്കണില്ല. യൂട്യൂബിലും ഇല്ല, സൂമിലും ഇല്ല. നമുക്ക് തോന്നും അയ്യോ ശൂന്യം, അയ്യോ പൂജ്യം, അയ്യോ നശിക്കുന്നു, അയ്യോ തകരുന്നു എന്നൊക്കെ തോന്നും. പക്ഷെ അങ്ങനെ അല്ല. ബൈബിൾ പറയുന്നു
വർദ്ധിപ്പിക്കുന്ന ദൈവം. അങ്ങനെയാണെങ്കിൽ നിലവിൽ എന്തോ ഒരെണ്ണം ഉണ്ട്, ഇല്ലെങ്കിൽ ഉളവാക്കും എന്ന് പറഞ്ഞേനെ. ബലം ഉളവാക്കും പറഞ്ഞേനെ, ഞാൻ അങ്ങനെ തന്നെ വായിക്കുകയും ചെയ്തേനെ. പക്ഷെ ഇവിടെ ഉളവാക്കുന്നതിനെ കുറിച്ചല്ല, വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. നിലവിലപ്പോൾ ഉണ്ട്. ദൈവം നിന്നിൽ എന്താണ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഉളവാക്കിയിരിക്കുന്നതെന്ന് നീ ആദ്യം തിരിച്ചറിയണം. ഓ ഹല്ലേലൂയ. എന്താണ് ദൈവം നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഉളവാക്കിയിരിക്കുന്നതെന്ന് തിരിച്ചറിയണം. അതിനകത്ത് നിങ്ങൾ ഫോക്കസ് ചെയ്യണം. ഒരു പ്രവചന ശബ്ദമാണോ, ഒരു പ്രവാചക അഭിഷേകമാണോ, ഭൂതത്തിന്മേലുള്ള അധികാരമാണോ, രോഗത്തിന്മേലൊരു അധികാരമാണോ, നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ, മറ്റുള്ളവർക്ക് നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ, ഒരു ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു അനോയിന്റിംഗ് ആണോ, മറ്റുള്ളവരെ സഹായിക്കുക, ഫിനാൻഷ്യലി വാക്കുകൾ കൊണ്ട് താങ്ങുക, സാമ്പത്തികം കൊണ്ട് താങ്ങുക, മറ്റെന്തെങ്കിലും ഹെൽപ്പുകൾ ചെയ്തു കൊടുക്കുക, ആതുര സേവന രംഗത്താണോ, എങ്ങനെയാണോ ദൈവം നിങ്ങളെ, എന്താണ് ദൈവം നിങ്ങളിൽ ഇട്ടിരിക്കുന്ന ഗിഫ്റ്റ്, അത് നിങ്ങൾ അറിയണം. അതിനകത്തെ വർധനമുണ്ടാവുള്ളൂ. അല്ലാതെ അവൻ പറപ്പിച്ചതുപോലെ എനിക്ക് എൻ്റെ പേപ്പർ പ്ലെയിൻ പറപ്പിക്കണമെന്ന് പറഞ്ഞാൽ അവിടെ അവൻ പറപ്പിച്ചത് എയ്റോപ്ലെയിനാണ്. നിന്റെ പേപ്പർ പ്ലെയിനിൽ ആളെ കയറ്റി അതുപോലെ പറപ്പിക്കണമെന്ന് വെച്ചാൽ നടക്കുമോ? നടക്കൂല. ആഗ്രഹം മനുഷ്യന് വേണ്ടിയിട്ടുള്ളതാണ്, ആഗ്രഹം മനുഷ്യർക്കേ ഉള്ളൂ. പക്ഷെ അത്യാഗ്രഹം മനുഷ്യൻ്റെതല്ല. ആഗ്രഹം മനുഷ്യർക്കേ ഉള്ളൂ, പക്ഷെ അത്യാഗ്രഹം ദൈവം എന്താണ് തന്നത്, ദൈവം എവിടെയാണ് ആക്കി വെച്ചിരിക്കുന്നത്, ദൈവം എന്ത് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു തിരിച്ചറിയാം. അതിനകത്താണ് വർധനമുണ്ടാകുന്നത്. അപ്പൊ എലീശ പോലും ചോദിച്ച എന്താണെന്നറിയാവോ? എന്തുണ്ടെന്ന് ചോദിച്ചാൽ കുറെ പോരാട്ടങ്ങളുണ്ട്, കുറെ ബന്ധനങ്ങളുണ്ട്, കുറെ വൈശാചിക ശക്തിയുണ്ട്. അവരെനിക്കെതിരായിട്ട് വിച്ച് ക്രാഫ്റ്റ് ചെയ്യുന്നു, ഇവരെന്നെ പ്രാകുന്നു. ഇത് പോയി അവിടെ വിളമ്പിക്കൊടുത്തെങ്കിൽ എലീശ പറഞ്ഞത് നിനക്ക് പോകാം. പിന്നെ ദൈവസന്നിധി വരുമ്പോൾ ആവലാദികളും ആകുലതകളും അല്ല പറയേണ്ടത്. ഫെയ്ത്ത് ആദ്യം പറയണം. ഫെയ്ത്ത് ആദ്യം പറയണം. ധാരോടോ ദൈവശബ്ദമാണ്. ഹല്ലേലൂയ. എല്ലാവർക്കും പ്രാർത്ഥനയ്ക്ക് മറുപടി ആവശ്യമുള്ള ആൾക്കാരാണ്. പക്ഷെ നിങ്ങൾ ആദ്യം ഡെവലപ്പ് ചെയ്യേണ്ടത് നിങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ? എനിക്കുണ്ടായിരുന്ന ക്യാരക്ടർ ഉൾപ്പെടെ ഞാൻ ഈ പറയുന്നത്, എനിക്കുണ്ടായിരുന്ന ക്യാരക്ടർ ഉൾപ്പെടെ ഞാൻ ഈ പറയുന്നത്. നമ്മൾ ദൈവസന്നിധി വരുമ്പോൾ ആദ്യം വെക്കുന്ന എന്താ? ഇല്ലായ്മകളെ വെക്കുള്ളൂ. ആണെന്നോ അല്ലെന്നോ, ഇല്ലായ്മകളെ വെക്കുള്ളൂ. പരിശുദ്ധ ദൈവമേ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന നല്ല സമയം തന്നതിനായി സ്തോത്രം. കർത്താവേ, എൻ്റെ ഇന്ന വിഷയത്തെ വിഷയത്തിന്റെ വിപ്ലവകാരികളായി മാറിപ്പോകരുത് നിങ്ങൾ. ദൈവം എന്തെല്ലാം തന്നു എന്ന് ഓർത്തേ ആദ്യം. ദൈവം എന്തെല്ലാം തന്നു. എനിക്ക് നമ്മുടെ ഈ മീറ്റിങ്ങിന്, നമ്മുടെ ഈ മിനിസ്ട്രിക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ ആവശ്യമുണ്ട്. ഒരുപാട് സംവിധാനങ്ങൾ ആവശ്യമുണ്ട്, ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ആവശ്യമുണ്ട്. ലിമിറ്റഡ് ആയിട്ടാണ് ഇന്ന് ഈ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ ഒരിക്കൽ പോലും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. കാരണം എന്താണെന്നുള്ളത് 5 വർഷം കൊണ്ട് നമ്മുടെ കൂടെ ഉള്ളവർക്ക് അറിയാം ഇതെങ്ങനെ ആരംഭിച്ചു. 5 വർഷം മുമ്പുള്ള മീറ്റിങ്ങും മെസ്സേജും ഇതിനകത്ത് കിടപ്പുണ്ട്, ഈ യൂട്യൂബിൽ തന്നെ കിടപ്പുണ്ട്. നിങ്ങൾ എടുത്തു നോക്കിയാൽ കാണാം. അന്നെങ്ങനെ വീഡിയോ, അന്നെങ്ങനെ സൗണ്ട്, അന്നെങ്ങനെ ക്ലാരിറ്റി, അന്നെങ്ങനെ മെസ്സേജിൻ്റെ സ്പീഡ് ഒക്കെ നിങ്ങൾക്കറിയാം. ഹല്ലേലൂയ. അത്രത്തോളം ദൈവം അപ്ഡേറ്റ് ചെയ്തെങ്കിൽ അതിന് നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കണം, നന്ദിയുള്ളവരായിരിക്കണം. ദൈവം എനിക്ക് ഇത്രയും സംവിധാനങ്ങൾ തന്നല്ലോ കർത്താവ്. ഇതാ ഞാൻ എപ്പോഴും പറയും, ഇത്രയും സംവിധാനങ്ങൾ തന്നല്ലോ. പ്രൈസ് ടു ജീസസ്. ഇത്രയും ഡെവലപ്മെന്റുകൾ ദൈവം വരുത്തിയല്ലോ. നമ്മൾ ദൈവസന്നിധി, ഇതാണ് സാത്താന്റെ കാതു പൊട്ടിക്കുന്ന സാധനം. എന്താണെന്നറിയാവോ? ദൈവം തന്നതിനെ കുറിച്ച് ഒരുവൻ ബോധമുള്ളവനാണെങ്കിൽ അവന്റെ ജീവിതത്തിൽ പിശാചിന് കയറി ഞോണ്ടാൻ ഭയങ്കര പാടാ. കാര്യം എന്താ? അവൻ ആ ദൈവത്തോടൊരു നന്ദിയുണ്ട്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നന്ദി വളരെ 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 പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. ഞാൻ അവിടെ നിർത്തുക. അപ്പൊ ബലം വർദ്ധിപ്പിക്കുന്നു. അപ്പൊ ഈ സ്ത്രീക്ക് നിലവിലുള്ളതിനെ കുറിച്ച് ബോധമുള്ളവളായിരുന്നു. അപ്പൊ എലീശ ചോദിച്ചത് അതാണ്. ഓ, അങ്ങനെയാണോ? നമുക്കിതിനകത്ത് ദൈവം ഒരു അത്ഭുതം ചെയ്യുമോളെ, ഞാൻ നിനക്കായി പ്രാർത്ഥിക്കാം. ആസ് എ പാസ്റ്റർ, അല്ലെങ്കിൽ ഒരു സുവിശേഷകൻ, അല്ലെങ്കിൽ ഒരു കർത്തൃവേലയിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ ഉൾപ്പെടെ ഉള്ളവർ പറയുന്ന വാക്കേ അദ്ദേഹവും പറയത്തുള്ളായിരുന്നു. ഞാനും ഇങ്ങനെ പറയുള്ളൂ, ഡോണ്ട് വെറി, ഞാൻ പ്രാർത്ഥിച്ചോളാം, ദൈവം ഒരു അത്ഭുതം ചെയ്യും. ഇങ്ങനെ പറയാൻ പറ്റൂ, അങ്ങനെയുള്ളൂ. പക്ഷേ മറ്റൊരന്വേഷണം കർത്താവിൻ്റെ ദാസൻ അവിടെ നടത്തി. നിന്റെ വീട്ടിൽ എന്തുണ്ട്? വീട്ടിൽ ദൈവം നൽകിയിരുന്ന ഒന്നിനെക്കുറിച്ച് അവൾ ബോധമുള്ളവളായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം തകർന്നു എന്ന്, എല്ലാം വറ്റി എന്ന്, എല്ലാം എടുത്തോണ്ട് പോയെന്ന്, എല്ലാം വിറ്റു എന്ന്, എല്ലാം പണയം വെച്ചെന്നും,
എല്ലായിടത്തുനിന്നും വാങ്ങിയെന്ന് ഇനി ഒരു സോഴ്സും ഇനി ഇല്ല എന്ന് പറയുന്നതിനകത്തും ഒരു സോഴ്സ് ഉണ്ട് സുഹൃത്തെ. അതൊരു പക്ഷെ നിന്റെ സ്പിരിറ്റിലായിരിക്കാം, നിന്റെ ഓർമ്മയിലായിരിക്കാം, നിന്റെ വീട്ടിലായിരിക്കാം. ഇനി ഒന്നുകൂടെ കയറി പറയാം, ഒരിടത്തും ഇല്ലെങ്കിലും നിന്റെ സ്പിരിറ്റിലെങ്കിലും എന്തെങ്കിലും ഒരു നിക്ഷേപം കാണും. അവിടുന്നാണ് വർധനവ്. എൻ്റെ വീട്ടിൽ കിണർ കുഴിച്ച സമയത്ത് എവിടെയോ ഒരു ഉറവ കണ്ടപ്പോൾ കിണർ പണിക്കാരൻ കിണർ പണി നിർത്തി. കാര്യം എന്താ? പറഞ്ഞതിനേക്കാൾ ഒരു 3 ദിവസം കൂടിപ്പോയപ്പോൾ, കൊട്ടേഷൻ കൊടുത്തതാണ്, 3 ദിവസം കൂടിപ്പോയപ്പോൾ പുള്ളിക്ക് കൈനഷ്ടം വരുമെന്ന് പറഞ്ഞു. ആ ഉറവയിൽ നിന്ന് വെള്ളം വരുന്നുണ്ടോ? പണി നിർത്തിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ കിണർ വെട്ടുന്നവൻ പറഞ്ഞു, അല്ല അത് അങ്ങളെ, അത് ഇപ്പം പണി നിർത്തിക്കഴിഞ്ഞാൽ അവർക്ക് വെള്ളം ഇതത്ര ഹെൽത്തി ആയിട്ടുള്ളൊരു ഉറവയല്ല, അവർക്ക് വെള്ളം പിന്നെ ഭാവിയിൽ കിട്ടുന്ന കാര്യം ബുദ്ധിമുട്ടാണ്. അതൊന്നും നിങ്ങൾ നോക്കണം. ഞങ്ങൾ പിന്നെ ഈ പണിയൊക്കെ കഴിഞ്ഞ ശേഷമാണ് അറിയുന്നത് കേട്ടോ ഈ സത്യം. അപ്പോൾ അത് നിങ്ങൾ നോക്കണം, നിങ്ങൾ കയറാൻ നോക്കാം, മതി പണി നിർത്തിയെന്ന് പറഞ്ഞ് എല്ലാ ചപ്പും ചവറും ഒക്കെ വാരി കളഞ്ഞിട്ട് ആ ഒരു ഉറവയും കണ്ട് പണി നിർത്തി. ഇവിടെ നല്ലൊരു വേനൽ വന്നപ്പോൾ ഞങ്ങളുടെ വെള്ളം പറ്റിയപ്പോഴാണ് തൊട്ട അയൽവക്കത്തുള്ളവർ പറഞ്ഞു, അന്ന് കിണർ പണി സമയത്ത് ഇവിടെ ഞങ്ങളൊന്നില്ലായിരുന്നു, ഇവിടെ കിണർ പണി സമയത്ത് പറഞ്ഞതാണ്, ആ പണിക്കാർ പറഞ്ഞതാണ്, ഈ ഉറവ അത്ര ഹെൽത്തി അല്ല, നമുക്ക് ഇച്ചിരൂടെ ഒന്ന് ആഴത്തിലേക്ക് കുഴിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞപ്പോൾ ആ പണിക്കാരൻ കോൺട്രാക്ടർ സമ്മതിക്കാത്തതാണെന്നൊക്കെ പറഞ്ഞു. ഞങ്ങളതങ്ങ് വിട്ടു, നോ ഇഷ്യൂ. ഇന്ന് ദൈവം ആ ഉറവ വറ്റാതെ ഇട്ടേക്കുന്നു. ഞാൻ അതിനകത്ത് പ്രാർത്ഥിച്ച് വെള്ളം ഒഴിച്ചു, അത്രയും മാത്രമേ നടന്നുള്ളൂ, വേറെ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു? രണ്ടാമത്, കാരണം ഞങ്ങൾക്ക് വെള്ളം വറ്റിയ ഒരു സന്ദർഭത്തിൽ ഞങ്ങൾക്ക് അവിടെ ഒന്നും അങ്ങോട്ട് മാനേജ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു? വീണ്ടും വേറൊരു പണിക്കാരെ വിളിച്ച് ഞങ്ങൾ ഗിൽറ്റി വെച്ച് കുറച്ചുകൂടെ പാറയാണ് ഇവിടെ, ഇച്ചിരി പാറയുള്ള സ്ഥലം. അപ്പോൾ പാറ ഇച്ചിരി വന്ന് പൊട്ടിച്ച സമയത്ത് വേറൊരു ഉറവ അവരുടെ കണ്ണിൽപ്പെട്ടു. അവർ പറഞ്ഞു ഈ ഉറവ ഹെൽത്തി ആണെന്ന്. ആ ഉറവ മാത്രം ഫോക്കസ് ചെയ്ത് കുഴി. ഞാൻ പറഞ്ഞ കിണർ ഒന്നും കൂടെ ആഴത്തിലേക്ക് കുഴിക്കാനാണ്. കിണർ ഒന്നും കൂടെ പാറ എങ്ങനെ പൊട്ടിക്കണം, നിങ്ങൾക്ക് മരുന്ന് വെച്ച് പൊട്ടിക്കണം, എങ്ങനെ വേണമെങ്കിലും പൊട്ടിക്ക്, വെള്ളം കിട്ടിയാൽ മതി എന്നുള്ളൊരു അങ്ങനത്തെ അവസ്ഥ ആയിപ്പോയി. ഞാൻ പറഞ്ഞു നിങ്ങളൊന്ന് ആഴത്തിലൊന്ന് കിണറൊന്ന് വലുതാക്കിത്താ, എന്നിട്ട് ഇച്ചിരി നടുവ് വെച്ചിൽ ആഴത്തിൽ കുഴിച്ചും കൂടി ഇട്ടതാന്ന് പറഞ്ഞ് ഇറക്കിയത്. പക്ഷെ അവരാ പണി ചെയ്തില്ല. അവർ മെല്ലെ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് പാറ കട്ട് ചെയ്ത് വന്നപ്പോൾ നിലവിലുള്ള ഒരു ഉറവ ഈ ഉറവയെ വലുതാക്കുന്നതാണ് നല്ലത് എന്ന് അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഇയാൾ ഒരിടത്ത് തന്നെ കുഴിക്കുന്നു, അത് മാത്രം തന്നെ ചെയ്യുന്നു. അവിടുന്ന് പിന്നെ ഒരു ചാലിങ്ങോട്ടേക്ക് ആ കിണറിൻ്റെ നടുവിലേക്ക് ഇടുന്നു എന്നുള്ളതല്ലാതെ മൊത്തത്തിൽ കിടന്ന് പരതി വെട്ടി പറിക്കാനൊന്നും നിൽക്കുന്നില്ല. നമ്മളിങ്ങനെ കാടടച്ച് വെടിവെക്കുന്ന പരിപാടിക്കകത്തുനിന്ന് പുറത്തു വരണം. മോനെ പറഞ്ഞു വരുമ്പോൾ കർത്താവ് വീണ്ടും എൻ്റെ മെസ്സേജ് ലെങ്ത് നീണ്ടു പോകുന്നു എനിക്കറിയാം. പക്ഷേ ഇത് ആർക്കും ഒന്ന് വേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ഒന്ന് മുമ്പോട്ട് പോയാലും കുഴപ്പമില്ല. തിരക്കുള്ളവർ ദയവായിട്ട് ലീവ് ചെയ്താട്ടെ. ഈ കാടടച്ച് വെടിവെക്കുന്നതിനകത്തുനിന്ന് പുറത്ത് വരണം. ദൈവം ഒരു വർധനവിന് വേണ്ടി, ഒരു ബ്ലെസ്സിങ്ങിന് വേണ്ടി, ഒരു ഡെലിവറൻസിന് വേണ്ടി ഒരു വഴിയായിരിക്കും കണ്ടിരിക്കുന്നത്. ആ വഴി എന്താണെന്ന് നിങ്ങൾ അറിയുന്നതിലൂടെയാണ് നിങ്ങളുടെ വിടുതൽ. ഞാൻ പറഞ്ഞു കിണർ വലുതാക്കണം, അതിൻ്റെ കുഴി വലുതാക്കണം, പാറയെല്ലാം പൊട്ടിക്കണം, മരുന്ന് വെക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, ബോംബ് വെക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഒരുത്തനെ കിണറിനകത്തോട്ട് ഇറക്കി. പക്ഷെ അകത്തിറങ്ങിയവന് മനസ്സിലായി ഇയാൾ പറയുന്ന ഈ പരിപാടി ചെയ്തു കഴിഞ്ഞാൽ ഇയാളുടെ കയ്യിലുള്ള ബജറ്റിലും തീരത്തില്ല, ഞങ്ങളുടെ പണിയൊട്ട് മുഴുക്കത്തുമില്ല. അപ്പം നിലവിലുള്ള ഉറവ അതിനെ എന്ത് ചെയ്യാം, അതാണ് അദ്ദേഹം അവിടെ ചെയ്തത്. അതിനെ ഒന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള യന്ത്രം വെച്ചൊന്ന് വലുതാക്കി മേലാൽ ചെളികേറിപ്പോലും അടയാത്ത രീതിയിൽ ആ ഉറവയെ തുറന്നു വെച്ചു. ഇന്നും ആ ഉറവയ്ക്കകത്തുനിന്ന് വെള്ളം വരുന്നു. വേറെ 2-3 ഉറവകളും കൂടെ അദ്ദേഹം പൊട്ടിച്ച സന്ദർഭത്തിൽ കിട്ടി, അതും മര്യാദയ്ക്കൊന്ന് ഓപ്പണാക്കി വെച്ചു. ഇന്നും ആ ഉറവയിൽ കൂടെയാണ് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. എലീശായും ഇതേ ചോദിച്ചുള്ളൂ, നിന്റെ വീട്ടിൽ എന്തുണ്ട്? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ പ്രോബ്ലംസ്, അതിൻ്റെ സൊല്യൂഷന് വേണ്ടി ചോദിക്കുന്നു, നിങ്ങളിൽ എന്തുണ്ട്? യേശു കർത്താവും ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങളുടെ പക്കൽ എന്തുണ്ട്? നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? ഞാനാണേലും ശരി, നിങ്ങളാണേലും ശരി, ദൈവം തന്നതിനെക്കുറിച്ച് ഒരു ബോധവും വെളിവും ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത്ഭുതത്തെക്കുറിച്ച് സംസാരിക്കാൻ നിൽക്കരുത്, പിന്നെ അതിശയത്തെക്കുറിച്ച് സംസാരിക്കാൻ നിൽക്കല്ല, പിന്നെ പ്രാർത്ഥനയെക്കുറിച്ച് സംസാരിക്കാൻ നിൽക്കല്ല. കാരണം എന്താ? ആദ്യം നീ പ്രാപിക്കേണ്ട വിടുതൽ ഈ മേഖലയിലാണ്. ദൈവം നിന്നെ എന്ത് ഏൽപ്പിച്ചിരിക്കുന്നു?
ദൈവം നിന്നെ എന്തിനായി കണ്ടിരിക്കുന്നു? നിന്റെ അനുഗ്രഹത്തിൻ്റെ തടസ്സമെന്ത്? നിന്റെ അനുഗ്രഹത്തിൻ്റെ വഴികളേത്? നിന്റെ അനുഗ്രഹങ്ങൾ തടയപ്പെടുന്നത് എവിടെ? നീ എവിടെ ക്ഷീണിച്ചു പോകുന്നു? നീ എവിടെ ഇടറിപ്പോകുന്നു? നീ എവിടെ തളർന്നു പോകുന്നു? ഇത് നീ ഐഡന്റിഫൈ ചെയ്യണം. നിലവിലുള്ള ഒരിടത്തുനിന്ന് വർദ്ധിപ്പിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഉളവാക്കണം. ഇവിടെ ഈ സ്ത്രീയുടെ വീട്ടിലാണേലും ഇവിടെ വന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവവചനം കേൾക്കാനിരിക്കുന്നവർക്ക് അപ്പം നുറുക്കി വിളമ്പിയെടുത്താണെങ്കിലും മീൻ നുറുക്കി വിളമ്പിയെടുത്താണെങ്കിലും നിലവിലുള്ളതിനെ കർത്താവ് വർദ്ധിപ്പിച്ചു. നിങ്ങളുടെ ജീവിതത്തിലും പരിശുദ്ധാത്മാവ് അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എന്തോ നിങ്ങളുടെ പക്കലുണ്ട്, നിങ്ങളുടെ പക്കൽ എന്തോ ദൈവം വർദ്ധിപ്പിക്കാൻ തന്നിട്ടുണ്ട്. അതിനെ നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരിക, അതിനെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക, ഡിറ്റക്ട് ചെയ്യുക. ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും. എനിക്ക് അതൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ സമയമില്ല. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഇത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നു, ഇത് ദൈവത്തിന്റെ ആത്മാവിനെ കുറിച്ച് പറയുന്നു, ഇത് ഹോളി സ്പിരിറ്റിനെ കുറിച്ച് പറയുന്നു. ശക്തിയെ പുതുക്കും. ബലവും കൈമുതലും എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ ഒരു സ്ത്രീയാണ് പ്രവാചക ശിഷ്യന്റെ ഭാര്യ. പക്ഷെ വീട്ടിലേക്ക് വന്ന പ്രവാചകൻ പറഞ്ഞതുപോലെ പാത്രത്തിൽ നിന്ന് എണ്ണ കോരി മറ്റു പാത്രങ്ങളിലേക്ക് വിളമ്പും തോറും നിലവിലുള്ളത് വർദ്ധിച്ചു. വീടിനകത്തുള്ള 1 ഭരണി എണ്ണ 10 ഭരണി എണ്ണയായി, 100 ഭരണി എണ്ണയായി, 1000 ഭരണി എണ്ണയായി. എല്ലാം തീർന്നു, ഇനി വിളമ്പാനില്ല എന്ന്, പകരാൻ പാത്രങ്ങൾ തീർന്നു എന്ന് പറയും വരെ അതിനകത്തുനിന്ന് വർധനവ് ഉണ്ടായി. യേശുവിൻ്റെ നാമത്തിൽ നിന്റെ വീടിനകത്തുള്ള സകല നന്മകളും വർദ്ധിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ കയ്യിലുള്ള ധനം വർദ്ധിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ആത്മീയ സമ്പത്ത് വർദ്ധിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ വളർച്ച വർദ്ധിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ദാനശീലം വർദ്ധിക്കാൻ പോവുകയാണ്. മറ്റുള്ളവരെ കുറിച്ചുള്ള കൺസേൺ നിങ്ങൾക്ക് വർദ്ധിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ തലമുറകളുടെ ഭാവി വർദ്ധിക്കാൻ പോവുകയാണ്. വീടിനകത്ത് നിന്ന് ആരംഭിക്കണം. വീടിനകത്ത് നിന്ന് ആരംഭിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യഹോവയെ കാത്തിരിക്കുന്നവൻ വേലക്കാരനാണ്, അവൻ കൂലിക്ക് യോഗ്യനാണ്. പ്രവാചകനെ കാണാൻ പോയവർ വേലക്കാരി, അവൾ കൂലിക്ക് യോഗ്യനാണ്. ദൈവത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കണമെന്ന് ആഗ്രഹിച്ചവൻ ദൈവത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കണം. ഞാൻ പറക്കുവോ പറക്കൂലയോ, എനിക്കുണ്ടാവൂ, ഇത് നല്ല സമയമാണോ ദോഷം സമയമാണോ, ആ ശബ്ദം കേൾക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നേ. ഇത് വേറെ കാത്തിരിപ്പാ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവർ ശക്തിയെ പുതുക്കും, അവർ ശക്തിയെ പുതുക്കും. ഞാൻ ആത്മാവിൽ നിങ്ങളോട് പ്രവചിച്ചു പറയുന്നു, നിലവിലുള്ള നിങ്ങളുടെ ശക്തിയെ ദൈവം വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. നിലവിലുള്ള നിങ്ങളുടെ അഭിഷേകത്തെ ദൈവം വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. ഇനി പുതിയൊരെണ്ണം കൊണ്ട് വെച്ച് പിടിപ്പിച്ചു തരുന്ന കേസല്ല. ഇവിടെ പരിശുദ്ധാത്മാവ് പറയും, നിലവിലുള്ളതിനകത്തൊരു വർധനവ്, നിലവിലുള്ളടുത്തുനിന്നൊരു ഉയർച്ച, നിലവിൽ നിൽക്കുന്ന അനുഭവത്തിൽ നിന്നൊരു ഷിഫ്റ്റ്, ഒരു മേജർ ഷിഫ്റ്റ്, ഒരു സൂപ്പർ നാച്ചുറൽ ഷിഫ്റ്റ് പരിശുദ്ധാത്മാവ് ഇതിനകത്ത് റിവീൽ ചെയ്യാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ, ഇത് യൗവനക്കാരെ കൊണ്ട് നടക്കാത്ത കാര്യം, ഇത് ബാലിക ബാലന്മാരെ കൊണ്ട് നടക്കാത്ത കാര്യം, ഇത് ആമേൻ ആമേൻ ആമേൻ, ഇത് ഫിറ്റ്നസ് സെന്ററിൽ പോകുന്നവരെ കൊണ്ട് നടക്കാത്ത കാര്യം, ഇത് ഫിസിക്കലി വളരെ സ്ട്രെങ്ത് ഉള്ളവർക്ക്, ശക്തിയുള്ളവര്, ആമേൻ ആമേൻ, ആരോഗ്യമുള്ളവരെ കൊണ്ട് നടക്കാത്ത കാര്യം. പക്ഷേ ഇത് നിന്നെ കൊണ്ട് നടക്കും. 30 വയസ്സ്, 35, 40, 45, 50, 55, 60, 65, 68, 70 വയസ്സുള്ള നിന്നെ കൊണ്ട് നടക്കുമോ എന്ന് ചോദിച്ചാൽ, അമ്മയെ കൊണ്ട് നടക്കുമോ എന്ന് ചോദിച്ചാൽ, അപ്പയെ കൊണ്ട് നടക്കുമോ എന്ന് ചോദിച്ചാൽ, നടക്കും. ഇവിടെ ഏജ് ലിമിറ്റ് ഇല്ല. ഉത്സാഹശാലികൾ വിട്ടേച്ചു പോയിട്ടും, പല യൗവനക്കാരും വിട്ടേച്ചു പോയിട്ടും, പല വചന പണ്ഡിതന്മാർ വിട്ടേച്ചു പോയിട്ടും, അല്പജ്ഞാനമുള്ള നിങ്ങളെ ദൈവം ആത്മാവിൽ പിടിച്ചിരുത്തിയിരിക്കുന്നു എന്നുണ്ടെങ്കിൽ, നിന്നിലൂടെ ഒരു ദൈവപ്രവൃത്തി, ഈ പ്രായത്തിലുള്ള അമ്മയിലൂടെ ഒരു ദൈവപ്രവൃത്തി, ഈ സഹോദരിയിലൂടെ ഒരു ദൈവപ്രവൃത്തി, സഹോദരനിലൂടെ ദൈവപ്രവൃത്തി, ഈ അപ്പനിലൂടെ ഒരു ദൈവപ്രവൃത്തി ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. ഈ പിതാവിനെ കൊണ്ട് ഒരു ദൈവപ്രവൃത്തി ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. യേശുവിന്റെ നാമത്തിൽ ഇവിടെ വിദ്യാഭ്യാസം വിഷയമല്ല, ഇവിടെ സമ്പത്ത് വിഷയമല്ല, സമുദായം വിഷയമല്ല, ബന്ധങ്ങൾ വിഷയമല്ല. ഇവിടെ ദൈവം സ്നേഹിക്കുന്നതാണ് വിഷയം. നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നു. ദൈവം നിങ്ങളെ യൂസ് ചെയ്യാൻ പോകുന്നു. നിങ്ങൾ ക്ഷീണിച്ചിരിക്കുകയാണോ? ദൈവം ശക്തി നൽകാൻ ആഗ്രഹിക്കുന്നു. വിശ്വാസ ജീവിതത്തിൽ ക്ഷീണിച്ചു പോയോ? ദൈവം ശക്തി നൽകാൻ ആഗ്രഹിക്കുന്നു. ബലമില്ലാതിരിക്കുന്നോ? നിന്റെ ബലത്തിന്റെ ഉറവിടത്തിൽ നിന്ന് ദൈവം ഒരു വർധനവ് നൽകാൻ പോവുകയാണ്.
യൗവനക്കാർക്ക് പോലും സാധിക്കാത്ത വൻ കാര്യങ്ങൾ താങ്കളെ കൊണ്ട് ദൈവാത്മാവ് ചെയ്യും. നിങ്ങളുടെ വീട്ടിൽ യൗവനക്കാർ സ്റ്റോപ്പ് ചെയ്ത് കാണും പ്രാർത്ഥന. പക്ഷെ ദൈവം നിങ്ങളിലിട്ടിരിക്കുന്നൊരു വരം ഉണ്ടല്ലോ, അത് മതി. നിങ്ങളുടെ വീട്ടിൽ ബലശാലികൾ നിർത്തിയിട്ടുണ്ടാകും വിശ്വാസ ജീവിതം. പക്ഷെ നിങ്ങളിലിട്ടിരിക്കുന്ന ആ കൃപയുണ്ടല്ലോ, അത് മതി. ഒരു സ്ത്രീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കുഞ്ഞുങ്ങളൊന്നും ഓടിയില്ല. ഒരു സ്ത്രീയെ ഉണ്ടായിരുന്നുള്ളൂ ആ വീടിലെ അവസ്ഥ മനസ്സിലാക്കാൻ. പിള്ളേർക്ക് എത്ര പ്രായമുണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ആ പിള്ളേരെ കൊണ്ട് സാധിച്ചില്ല. പക്ഷെ അവളെ കൊണ്ട് സാധിച്ചു. നിങ്ങളെ കൊണ്ട് സാധിക്കും. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് സാധിക്കും. നിങ്ങളുടെ കാത്തിരിപ്പിന് സാധിക്കും. നിങ്ങളുടെ വിശ്വാസത്തിന് സാധിക്കും. കണ്ണുകളടയ്ക്കാം. ദൈവം ഒരു പുതിയ ബലം പരിശുദ്ധാത്മാവ് ഒരു പ്രത്യേകമാകുന്ന ഒരു അനുഭവത്തിലേക്ക് ഇന്നത്തെ ഈ മീറ്റിങ്ങിനെ മാറ്റുകയാണ്. മറുപടികൾ വെളിപ്പെട്ടു തുടങ്ങും. ഇന്ന് മുതൽ പ്രാർത്ഥനയുടെ മറുപടികൾ 1 by 1 ആയിട്ട് വെളിപ്പെട്ടു തുടങ്ങും. പ്രാർത്ഥിച്ചോ. നീ ക്ഷീണത്തിലിരുന്നാണ് പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇപ്പോഴാ പ്രാർത്ഥിക്കേണ്ട സമയം. ആ ക്ഷീണത്തിലിരുന്ന് പ്രാർത്ഥിക്കുക. ദൈവം ഒരു ബലം നിന്റെ മേൽപ്പകരും. നീ മടുപ്പിലിരുന്നാണ് ജീവിക്കുന്നത്, മടുപ്പിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ ഏറ്റവും നല്ല സമയം ഇതാണ്. ആ മടുപ്പിലിരുന്ന് തന്നെ പ്രാർത്ഥിച്ചു തുടങ്ങും. ദൈവം ഒരു ശക്തി വർദ്ധിപ്പിക്കും. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്വർഗീയ ബലം ആരുടെയൊക്കെയോ മേൽ വന്ന് വീഴും. ഒരു ദൈവിക ബലം വന്ന് വീഴും. ഒരു പുതിയ ശക്തി, ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ഗ്ലോറി. നിന്റെ ദാരിദ്ര്യത്തിന്റെ അനുഭവത്തെ ദൈവം ക്യാൻസൽ ചെയ്യുന്നു. നിന്റെ നിരാശയെ ദൈവം എടുത്തു കളയുന്നു. നിന്റെ ദുഃഖഭാരത്തെ ദൈവം ഡീൽ ചെയ്യുന്നു. ദുഃഖഭാരത്തെ ദൈവം, ഇല്ലായ്മയാണോ നിന്റെ ദുഃഖഭാരത്തിന്റെ കാരണം, കർത്താവ് അത് ഡീൽ ചെയ്യുന്നു. ദാരിദ്ര്യമാണോ ദുഃഖഭാരം, ദൈവം അത് ഡീൽ ചെയ്യുന്നു. തൊഴിലില്ലായ്മയാണോ നിങ്ങളുടെ ദുഃഖഭാരം, കർത്താവ് അത് ഡീൽ ചെയ്യുന്നു. നിനക്ക് നിലവിൽ ഉള്ളടുത്തുന്ന ദൈവം ഒരു വർധനവ് തരികയാണ്. നീ എവിടെ വിതച്ചോ അവിടുന്ന് ദൈവം ഒരു മുളപ്പ് പൊട്ടിക്കുകയാണ്. നീ എവിടെ വിതച്ചോ, നീ എന്തിന്റെ മേൽ വിതച്ചിരിക്കുന്നു അവിടെ നിന്ന് ദൈവം ഒരു വർധനവ്. നീ എവിടെ വിതച്ചിട്ടിരിക്കുന്നു അവിടെ നിന്ന് ദൈവം ഒരു വർധനവ് പരിശുദ്ധാത്മാവിൽ നിനക്ക് ഓപ്പൺ ചെയ്യുന്നു. ഈ സെക്കൻഡിൽ ഒരു സൂപ്പർ നാച്ചുറൽ റിലം പരിശുദ്ധാത്മാവ് തുറന്നിടുകയാണ്. ഒരിക്കലും അടയാത്ത ഒരു അത്ഭുതകരമാകുന്ന ഒരാത്മമണ്ഡലം പരിശുദ്ധാത്മാവ് തുറന്നിടുകയാണ്. അതിനകത്തുനിന്നൊരു ഹെവൻലി പ്രൊവിഷൻ വെളിപ്പെടാൻ പോകുന്നു. ക്ഷീണിച്ചിരിക്കുന്നവന്റെ ബലം വരുന്ന വാതിൽ അതാണ്. ക്ഷീണിച്ചിരിക്കുന്നവന്റെ ബലം വരുന്ന വാതിൽ അതാണ്. യേശുവേ, ഇപ്പോൾ തന്നെ കർത്താവേ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ മേലും ഈ ആത്മമണ്ഡലത്തിൽ നിന്ന് ദൈവശക്തി റിലീസ് ചെയ്യപ്പെടട്ടെ. സൗഖ്യങ്ങൾ ആഗ്രഹിക്കുന്നവരുടെ മേൽ ഇപ്പോൾ ആ സൗഖ്യത്തിന്റെ ശക്തി പതിക്കട്ടെ. സമാധാനം ആഗ്രഹിക്കുന്നവരുടെ മേൽ സമാധാനത്തിന്റെ അന്തരീക്ഷം ഇപ്പോൾ ലഭിക്കട്ടെ. വചനത്തെ കുറിച്ച് ആഴമായി അറിയണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ മേൽ വചന വെളിപ്പാടുകൾ തുറക്കപ്പെടട്ടെ. ശുശ്രൂഷയിൽ പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത് തുറക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ Holy power of the God ദൈവാത്മാവ് സ്പർശിക്കുകയാണ്. ആമേൻ. ബലഹീനമായി പോയ യൗവനക്കാരെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കട്ടെ. ഇപ്പോൾ തന്നെ ബലഹീനമായി പോയ ഓരോ വ്യക്തിത്വങ്ങളെ പരിശുദ്ധാത്മാവ് ശക്തീകരിക്കട്ടെ. ഇടറിപ്പോയവരെ ദൈവാത്മാവ് ശക്തീകരിക്കട്ടെ. അതിൽ കാത്തിരിക്കുന്നവർ എന്ന വാക്കിനെ എബ്രായ ഭാഷയിൽ ഖാവ എന്നാണ് അഡ്രസ് ചെയ്തിരിക്കുന്നത്. അതിനെ ഒരുമിച്ച് കൂട്ടുക, ക്ഷമയോടെ ഇരിക്കുക, പ്രത്യാശ വയ്ക്കുക എന്നർത്ഥമാണ് ഖാവായിക്കുള്ളത്. എന്നാൽ പുതുക്കുന്നവർ, ശക്തിയെ പുതുക്കുമെന്ന വാക്കിന്
ഖലാഫ് എന്നാണ് എബ്രായ പദം. ഖലാഫ് എന്ന് പറഞ്ഞാൽ കടന്നു പോവുക, തെന്നിമാറുക, ചാടി എഴുന്നേൽക്കുക, രൂപാന്തരം സംഭവിക്കുക, മുൻപോട്ട് പോകുക. ദൈവത്തിന്റെ ആത്മാവ് ആരോടൊക്കെയോ പറയുന്നു, നിന്നെ തെന്നി മാറിയ അനുഭവങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായിരിക്കും. വിശ്വാസത്തിൽ നിന്നും വിശുദ്ധിയിൽ നിന്നും നല്ല ബന്ധങ്ങളിൽ നിന്നും കൂട്ടായ്മയിൽ നിന്നൊക്കെ നിന്നെ തെറ്റിച്ചു കളഞ്ഞ ശക്തി കൊണ്ടായിരിക്കും. പക്ഷെ നിന്നെ രൂപാന്തരപ്പെടുത്തി കർത്താവിൽ കൊണ്ടുവന്ന് അലൈൻ ചെയ്ത് നിന്നെ മുമ്പോട്ട് പോകാൻ ഒരു ഖലാഫ് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ പകരുകയാണ്. ഈ സെക്കൻഡിൽ യേശുവിന്റെ നാമത്തിൽ ദൈവശക്തി നിന്റെ മേൽ പതിക്കുന്നു. ഏത് ഭൂഖണ്ഡത്തിലിരുന്ന് നീ കണ്ടാലും, ഏത് രാജ്യത്തിലിരുന്ന് നീ കണ്ടാലും, ഏത് കുഗ്രാമത്തിനകത്തിരുന്ന് നീ കേട്ടാലും, നിന്നെ രൂപാന്തരപ്പെടുത്തുന്ന, നിന്റെ ജീവിതത്തെ പണിയുന്ന ഒരു ദൈവശക്തി receive the fire. Receive the fire now. In the name of Jesus. Oh, the powerful name of Jesus. Thank you, Jesus. പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങത്തില്ല എന്നുള്ളവർക്കല്ല, ഒരു ദൈവശക്തിയുടെ കാറ്റ് എന്റെ പരിസരത്തുകൂടെ എവിടെയെങ്കിലും കടന്നുപോയാൽ അത് എന്നെ തൊടണമെന്ന് ആശിക്കുന്നവന്റെ മേലാണ് ഈ വാക്ക് വീഴുന്നത്. ഓ ഹല്ലേലൂയ. Praise to Jesus. Shababababa. എനിക്ക് വ്യക്തമായിട്ടറിയാം, ഇത് പതിക്കുന്ന ഒരു ദൈവശക്തിയാണ്, ഇത് വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവശക്തിയാണ്, ഇത് എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവശക്തിയാണ്. പിതാവേ, ഞാൻ ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, വലിയ വിടുതൽ, വലിയ അത്ഭുതം, വലിയ മഹത്വം ഈ ജനത്തിന്റെ മേൽ പകരുന്ന കൃപയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. നൽകിയ ആമേൻ അനുഗ്രഹിക്കപ്പെട്ട ദൈവാലോചനയ്ക്കായി, ദൈവശബ്ദത്തിനായി, നൽകിയ ഓപ്പണിങ്ങിനായി, ബ്രേക്ക് ത്രൂവിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ ജനത്തെ ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇവരൊരു അനുഗ്രഹമായിരിക്കട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് അടുത്ത ദിവസം പുതിയൊരു സന്ദേശവുമായി കാണാം. അതുവരെ ദൈവം നമ്മെ കൃപയിൽ സൂക്ഷിക്കട്ടെ. ആമേൻ.